ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 20 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലുലുവിൻ്റെ ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ട്രോളിയിൽ കൈ വെക്കുമ്പോൾ ചിലപ്പോൾ ട്രോളി നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. വെൽക്കം ഉമർ, ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നുള്ള ഡാറ്റ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഓൾറെഡി പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് പറയും ചാൻസ് ഉണ്ട്, പൊട്ടൻഷ്യൽ. ഒരു സ്ഥലത്ത് പോകുമ്പോൾ മാത്രം ഭയങ്കര ട്രാഫിക്, ഡ്രോണുകൾ പറന്നെടുക്കാണ്. സാധാരണ 1 2 കാണാം, ഇത് പാറ്റകളെ പോലെ പറന്നെടുക്കാണ്. എന്റർടൈൻമെന്റ് ഫസ്റ്റ് ചോയ്സ്, രണ്ടാമത് നോളജ് ആൾക്കാർ ചൂസ് ചെയ്യുന്നുള്ളൂ. ഇത് രണ്ടും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കണ്ടിരിക്കുകയും ചെയ്യും, അവസാനം ഒരു നോളജും കിട്ടും. അമലിന്റെ എത്ര ഫോണുണ്ട്? ഒരു 10 70 ഫോണൊക്കെ കാണും. എത്ര? 60-70. ഒരു ഇന്ത്യൻ വംശജയായിട്ടുള്ള മീര മുറാത്തിയാണ് ഓപ്പൺ എഐ എന്ന് പറഞ്ഞ ചാറ്റ് ജിപിടിയുടെ കമ്പനിയുടെ CTO. പുള്ളിക്കാരി പറയാണ് 2025 PhD ലെവൽ ചാറ്റ് GPT വരുന്ന പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ്, നമസ്കാരം. ലുലു മോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ലുലു മോൾ. ലോകം ഷോപ്പിങ്ങിന് വരുന്ന ലുലു മോളിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു ടെക് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സാംസങ് പ്രസൻസ് ലുലു ഡിജെക്സ് 2024 ഇൻ അസോസിയേഷൻ വിത്ത് തോഷിബ. അപ്പൊ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ ടെക്നോളജിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെക്കാട്ടിലും കൂടുതൽ ടെക്നോളജിയിൽ ജീവിക്കുന്ന, ടെക്നോളജി ഉപയോഗിക്കുന്ന, ടെക്നോളജി പറയുന്ന, ടെക്നോളജി അറിയാവുന്ന 4 പേരെയാണ് ഇന്നത്തെ ഈ ടെക് ടോക്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമായി ടെക് ഓൺട്രപ്രനോർ ഉമർ. വെൽക്കം ടു ടെക് ടോക്ക് അറ്റ് ലുലു ഡിജെക്സ് 2024. അതുപോലെ ടെക് വ്ളോഗർ ഹരീഷ് വെൽക്കം. അതുപോലെ ഇനി ടെക്കി വിസാർഡ് ആസിഫ്, വെൽക്കം ആസിഫ്. ഗാഡ്ജറ്റ്സ് 1 മലയാളം യൂട്യൂബ് ചാനലിന്റെ ഫൗണ്ടർ വ്ളോഗർ അമൽ, വെൽക്കം അമൽ. ഈ 4 പേരുമാണ് ഇന്നത്തെ ടെക് ടോക്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഇവർ ഓൾറെഡി നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇവരുടെ കോണ്ടന്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഡിജെക്സിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ഇലക്ട്രോണിക്സ് എന്നാണ്. അപ്പൊ നിങ്ങൾ 4 പേര് ഇവിടെ വന്നപ്പോ കണ്ട ഫ്യൂച്ചർ ഓഫ് ഇലക്ട്രോണിക്സ് എന്തൊക്കെയാണ്? ഹരീഷ് നടക്കാല്ലേ? ഹരീഷ് പറഞ്ഞോ. ഓക്കെ, ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. താങ്ക് യു ലുലു കണക്ട്, താങ്ക് യു റാഫി. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം വളരെ ഹാപ്പിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. കാരണം ഇവിടെ ഇരിക്കുന്ന റാഫിയാണ്, എന്തായാലും വൈറൽ കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയെങ്കിലും കുറച്ചുകൂടെ നമ്മുടെ റീച്ച് കൂടുന്നു വിചാരിക്കുന്നു. ജോക്സ് എപ്പാർട്ട്, താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ഇവിടെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് ടെക് എന്ന് പറയുന്നത് ഈ ഒരു ഹ്യൂമനോയിഡാണ്. അവർ പറഞ്ഞു അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ഏതൊരു രീതിയിലേക്കും ഏതൊരു ബിസിനസ്സിലേക്കും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമനോയിഡ എന്ന് പറഞ്ഞു. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. വാഷിംഗ് മെഷീൻ, ദെൻ TVs. ഓക്കെ, നിങ്ങൾ 4 പേരും തമ്മിലുള്ള റാപ്പ് എങ്ങനെയാണ്? നിങ്ങൾ വന്നപ്പോൾ സംസാരിച്ചോണ്ടിരുന്നത്, ഇപ്പൊ ഹരീഷ് റീസെന്റ് ചൈനയിൽ പോയി ഒരു ഇതുപോലത്തെ ഒരു ടെക് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടുന്ന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഈ ചൈനയിൽ പോയ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചൈനയിലെ ടെക് ഫെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, ടെക് ബ്ലോഗർ, അല്ലെങ്കിൽ ടെക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിൽ നമ്മുടെയൊക്കെ ഒരു ഹെവൻ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഡ്രീം സിറ്റി എന്നൊക്കെ പറയാം ചൈന എന്ന് പറയുന്നത്. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇന്നോവേഷൻസും പ്രോഡക്ട്സും നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ടെക്നോളജി അവർ അഡോപ്റ്റ് അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സ്പീഡ് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ്, ടെക്നോളജി വന്നാലും നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ കുറേ വൈകുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അവിടെയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾ എല്ലാവരും എന്ത് ഗാഡ്ജറ്റ് വാങ്ങണമെങ്കിലും ഹരീഷിനോടാണ് ചോദിക്കാന്ന് കേട്ടു, ശരിയാണോ അമൽ? ബേസിക്കലി ഞാൻ ഈ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ, പുള്ളി പൊതുവെ വിടുന്ന വീഡിയോസ് മൊത്തം ക്യാമറ, ലൈറ്റ്, അതേപോലെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡിയോയിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ്, ക്യാമറയൊക്കെ വാങ്ങുന്നതിൻ്റെ ഫൈനൽ ഒപ്പീനിയൻ ഹരീഷേട്ടനാണ്. നമ്മളൊരു റിസർച്ച് നടത്തും, റഫായിട്ടൊരു റിസർച്ച് നടത്തിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം
എടുക്കും. എന്നിട്ട് അവസാനം ഞാൻ വിളിക്കും, ഹരിച്ചേട്ടാ സോണിയുടെ ഈ ക്യാമറ മേടിക്കണോ വേണ്ടേ? ഒറ്റ ആൻസർ. പുള്ളി പറഞ്ഞാൽ വാങ്ങും. പുള്ളി പറഞ്ഞാൽ വാങ്ങും, പുള്ളി വേണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങൂല. ഓക്കെ, ഇനി നമുക്ക് 4 പേരുടെയും ബിഗിനിങ്ങിൽ തുടങ്ങാം. അപ്പം ഉമർ ഒരു ടെക് ഓൺടർപ്രണർ ആണ്. ഇഡാപ്റ്റ് എന്നുള്ള ആപ്പാണ് ഉമറിനുള്ളത്. ഉമറിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഇഡാപ്റ്റ് എങ്ങനെ ഉണ്ടായി പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? ഇഡാപ്റ്റ് ഒരു ടെക്നോളജി എഡ്യൂക്കേഷൻ കമ്പനിയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെയാണ് ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ടെക്നോളജി വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, നമ്മുടെയൊക്കെ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും, നേരത്തെ ആസിഫ് പറയായിരുന്നു ബിടെക് പഠിച്ച ആൾക്കാർക്ക് ബിടെക് പഠിച്ചോണ്ടിരിക്കുകയാണ് പുള്ളി. ബിടെക് പഠിച്ചവർ നിങ്ങൾ ജോലിക്ക് എടുക്കുമോ? എടുക്കില്ല എന്നാണ് അവൻ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാൽ ബിടെക്കാർ അതിന് കൊള്ളൂല എന്നാണ് ആസിഫിന്റെ ഒരു വാദഗതി ഉള്ളത്. നിങ്ങൾ എന്താ പറയണേ? ഉമർ എന്താ പറയണേ? അതായത് നമ്മുടെ സിലബസ് കുറെ ബാക്കിലാണ്. ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പിറകിലാണ്. അപ്പൊ അതിന് കാലോചിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇഡാപ്റ്റ് തുടങ്ങിയത്. ഇപ്പോൾ ഈ AI അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ജനറൽ അപ്രോച്ച് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ടീച്ചർമാരോടോ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്കൂളിലെ സിലബസ് നോക്കിയാൽ ഭയങ്കര കാറ്റും കോളൊന്നും ഇല്ലാതെ ഭയങ്കര ശാന്തമായിട്ട് പോകുന്നതാണെന്നുണ്ടെങ്കിൽ, ഈ ടെക്നോളജിയുടെ ലോകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഫ്രണ്ടിൽ അവിടെ ഞാൻ കണ്ടു AI ഇൻ്റഗ്രേറ്റഡ് വാഷിംഗ് മെഷീൻ. ഒരു ഫാസ്റ്റ് ഫോർവേഡ് ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 20 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലുലുവിൻ്റെ ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ട്രോളിയിൽ കൈ വെക്കുമ്പോൾ ചിലപ്പോൾ ട്രോളി നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. വെൽക്കം ഉമർ, ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നുള്ള ഡാറ്റ കിട്ടിയിട്ടുണ്ട്, സോ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഓൾറെഡി പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് പറയും ചാൻസ് ഉണ്ട്, പൊട്ടൻഷ്യൽ. അതുപോലെ എൻ്റെ കൊളസ്ട്രോൾ ഡാറ്റ കുറച്ച് വീക്കാണ്, അതുകൊണ്ട് മീറ്റിന്റെ ഭാഗത്തേക്ക് പോകണ്ട എന്നൊക്കെ പറയാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ടെക്നോളജി ഇങ്ങനെയൊക്കെ പോവാലോ. പക്ഷേ ഇത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുക, പക്ഷെ അത് നമ്മളെ വിദ്യാഭ്യാസത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇഡാപ്റ്റ് അതിനാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ടെക്കി വിസാർഡ് ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്കി വിസാർഡിന്റെ വീഡിയോസിലെ സ്റ്റാർ എന്ന് പറയുന്ന പപ്പയും കൂടിയാണ്. പപ്പ വന്നിട്ട് ഓരോ സംശയം ചോദിക്കും ടെക്കി വിസാർഡിനോട്. അപ്പോഴാണ് മൂപ്പര് അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് വരിക. പപ്പനെ ഇറക്കാൻ എപ്പോഴാണ് ഐഡിയ കിട്ടിയത്? ഓക്കെ, ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലുലുവിനോട് വലിയൊരു നന്ദിയുണ്ട്. അതുപോലെ ഇതിന്റെ സ്പോൺസേഴ്സും ഒക്കെ. കാര്യം ഇതുപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ഡ്രീം ആയിരുന്നു. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ഇതുപോലെ ഒന്ന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആഗ്രഹിച്ചൊരു മൊമെന്റ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സംഭവം. ഇപ്പം പപ്പയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ടേ ഉള്ളൂ, റീസെന്റ് ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതിന് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പപ്പ ഇവിടെ ഉണ്ടോ? എവിടെ പപ്പയ്ക്ക് വലിയൊരു കൈഡി. ടെക്കി വിസാർഡിന്റെ വീഡിയോസിലെല്ലാം വരുന്ന സംശയങ്ങളുമായിട്ട് വരുന്ന പപ്പയാണ്. ടെക്കി വിസാർഡ് കോമൺ മനുഷ്യന്മാർക്ക് വേണ്ട സൊല്യൂഷൻസ് ആയിട്ടാണ് വരാറ്. ഓക്കെ, അപ്പം പപ്പയെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പപ്പ കാരണമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായാലും യൂട്യൂബിൽ വരാനായാലും എല്ലാം കാര്യം പപ്പ തന്നെ. കാര്യം ഞാൻ തുടങ്ങുന്നത് 14 വയസ്സിലാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആ ടൈം എന്ന് പറയുമ്പം എനിക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, നല്ല റിക്സ് ഇല്ല, ഒന്നുമില്ല. അപ്പം ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ആ സംഭവം. അങ്ങനെ പലരും നമുക്കറിയാം. അപ്പൊ എന്നെ വേണമെങ്കിൽ ആകെ സപ്പോർട്ട് ചെയ്തത് പപ്പയും എൻ്റെ ചേച്ചിയും. അമ്മയൊക്കെ വിചാരിച്ചു എനിക്ക് ഭ്രാന്താന്ന് വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോൾ ഞാൻ റൂമിൽ കടച്ചിട്ട് വീഡിയോസ് ഒക്കെ എടുക്കും. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, നീ വീഡിയോ ചെയ്തോ, പക്ഷെ പഠിക്കുന്ന സമയത്ത് പഠിക്കണം, ആ ഒരു മാർക്ക് കിട്ടുന്നത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഈ വീഡിയോ ചെയ്യാൻ ഭയങ്കര ഡിസേർവിങ്, ആ ഒരു എൻഗേജ്മെന്റ് ആൾക്കാർ കാണുന്ന ആൾക്കാരിലേക്ക് എത്തണമെന്ന് ഭയങ്കര ഡിസേർവിങ് ആണ്. എനിക്കത് തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, ആ ഒരു തിരികെ കൊടുക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ചില സമയത്ത് നമുക്ക് കമന്റ്സ് വരും, നീ ഭയങ്കര സ്പീഡിലാണ് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിലായില്ല അങ്ങനെയുള്ള. അപ്പം പപ്പയുടെ അടുത്ത് എനിക്ക് പറഞ്ഞു കൊടുക്കുമ്പം എനിക്ക് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ പപ്പയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ആ ഒരു പേസ് കിട്ടുമല്ലോ, അതെനിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ മൂന്നാമതായിട്ട് ഒരു എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ടെക് വ്ളോഗേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നു, ഒരു ക്യാമറ, ചിലപ്പോൾ 2 ചെടിച്ചട്ടി, ലൈറ്റ്, അങ്ങനെ ഇരുന്ന് പറഞ്ഞ് കണ്ട് മടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് രീതി വന്നിട്ട് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതെനിക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൾക്കാർക്ക് വേറൊരു ടൈപ്പ് ഓഫ് വിഷൻ വരുക ടെക് വ്ളോഗർ ചെയ്ത്. ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിൽ ഷോർട്സ് ഒക്കെ അല്ലെങ്കിൽ റീൽസ് ഒക്കെ ട്രെൻഡിങ് ആവാൻ തുടങ്ങിയത് തന്നെ ആൾക്കാർക്ക് ടൈമില്ല കാണാൻ. ഇപ്പൊ എന്റർടൈൻമെന്റ് ഫസ്റ്റ് ചോയ്സ്, രണ്ടാമത് നോളജ് ആൾക്കാർ ചൂസ് ചെയ്യുന്നുള്ളൂ.
ഇത് രണ്ടും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കണ്ടിരിക്കുകയും ചെയ്യും, അവസാനം ഒരു നോളജും കിട്ടും. ഡബിൾ പോയിന്റാ. ഇത്രയും കാര്യമുള്ളതുകൊണ്ടായിക്കോട്ടെ, ചുമ്മാ അല്ല. അങ്ങനെയാണ് പപ്പേനെ ഇറക്കിയത്. പപ്പയുടെ പേര് പറയണ്ടേ നമ്മള്? നൗഷാദ്. അപ്പം താങ്ക് യു പപ്പ, ടെക്കി വിസാർഡിനെ സപ്പോർട്ട് ചെയ്ത് പുള്ളിയുടെ കോണ്ടന്റ് നമ്മളിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചതിന്. ഇനി ഗാഡ്ജറ്റ്സ് 1 മലയാളം എന്ന് പറഞ്ഞാൽ 1 മില്യൺ ഫാമിലി ഉള്ള ഒരു വ്ളോഗറാണ്, യൂട്യൂബ് ചാനലാണ്. അപ്പം എങ്ങനെയാ തുടങ്ങിയത്? എങ്ങനെയാ ബിഗിനിങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മള്. 12th കഴിഞ്ഞ് സമയത്ത് ഒരു ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാ ചാനല്. കുറെ വ്ളോഗേഴ്സ് ഇങ്ങനെ ഉണ്ട്, കുറെ ബ്രേക്കപ്പ് കാരണം വ്ളോഗിങ് തുടങ്ങുന്നത്. അതെ, ബ്രേക്കപ്പ് വന്നു, അപ്പോഴത്തേക്ക് ജിയോ ഫ്രീ ആക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി കിട്ടി, കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ജിയോയുടെയൊക്കെ ഓഫേഴ്സിനെ പറ്റിയാണ് ഞാൻ ആദ്യം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഇത്ര രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 GB ഡാറ്റ ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും കിട്ടും. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇട്ട് തുടങ്ങിയതാ. അപ്പൊ ഒരു റീച്ച് കിട്ടിയതിന് ശേഷം പിന്നീട് പുതിയ സെഗ്മെന്റിലോട്ട് കയറി. അങ്ങനെ 2017 സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പോകുന്നു. അപ്പൊ ഗാഡ്ജറ്റ്സിനെ പറ്റി A to Z കാര്യങ്ങൾ പറയുന്ന ആളാണ് വ്ളോഗിലൂടെ. ഗാഡ്ജറ്റ്സ് 1 മലയാളം ആദ്യം അത് ആക്ച്വലി ഞാൻ കുറെ കാറ്റഗറി ഇങ്ങനെ കിടന്നാ പറഞ്ഞത്. ഇപ്പൊ 2017 ആപ്പാണെന്നുണ്ടെങ്കിൽ പിന്നീടായപ്പോ ഫോൺസ് കഴിഞ്ഞ് പിന്നെ ഗാഡ്ജറ്റ് ആയി. ഈ 2023-24 നോക്കിക്കഴിഞ്ഞാൽ ഹോം അപ്ലയൻസസ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നാണ്. ഇവിടെ ഉള്ള ഹോം അപ്ലയൻസസിൽ എന്താണ് ഞാൻ ഇതിനകത്തുള്ള പകുതി കൂടുതൽ സാധനങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് എന്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത്, ഞങ്ങൾക്ക് പണ്ട് മുതലേ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആപ്പ് സീരീസും ഗെയിം സീരീസും ഉണ്ട്. വിച്ച് മീൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ആപ്ലിക്കേഷൻസും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 ഗെയിംസും പരിചയപ്പെടുത്തും. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡഡും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്. ഓക്കെ, ഹരീഷ് ഇപ്പൊ ചൈനയിൽ പോയി, അവിടെ പോയി കണ്ട ഞെട്ടിക്കുന്ന ടെക് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടെക്നോളജിയൊക്കെ നമുക്കിപ്പോൾ ഈസിലി ആക്സസിബിൾ ആണ്. എന്തൊക്കെയാണ് വേൾഡിൽ നടക്കുന്നത്, എന്തൊക്കെ പുതിയ ടെക്നോളജി വന്നതൊക്കെ നമുക്ക് അപ്പം തന്നെ അപ് ടു ഡേറ്റ് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ പലപ്പോഴും ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വൈകുന്നത്. ഇപ്പം ഞാൻ അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്, ഞങ്ങളവിടെ കൊച്ചാങ് ബേ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയായിരുന്നു. അപ്പോൾ അവിടെ കുറേ കോർപ്പറേറ്റ് ഓഫീസസ് ഉണ്ട്. നമ്മൾ കണ്ടതാണ് ഡ്രോൺ വഴി സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നൊക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മളത് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെയൊക്കെ ഏകദേശം ഒരു 10 വർഷം മുമ്പേ തുടങ്ങിയതാണ് ഈ പരിപാടി. ഡ്രോൺ ഇൻവെന്റ് ചെയ്ത സമയത്ത് തന്നെ ഈ ഡെലിവറി ഒക്കെ തുടങ്ങിയതാണ്. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഓക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് അതൊക്കെ നേരിട്ട് കാണാൻ പറ്റി, ലൈവായിട്ട് കണ്ട്. ഞാൻ വിചാരിച്ചു ഒരു സ്ഥലത്ത് പോകുമ്പോൾ മാത്രം ഭയങ്കര ട്രാഫിക്, ഡ്രോണുകൾ പറന്നെടുക്കുകയാണ്. സാധാരണ 1 or 2 കാണാം, ഇത് പാറ്റകളെ പോലെ പറന്നെടുക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താണ് സംഭവം. അപ്പം എന്ന് വെച്ചാൽ അവിടെ ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ R&D നടന്നിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്കും അവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ കമ്പനിക്കകത്ത് ഇന്റേണൽ ആണ്. ബട്ട് സ്റ്റിൽ അത് കണ്ടപ്പോൾ ഭയങ്കര ഇതായിരുന്നു, ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഓരോ ലെയിനിലാണ് ഈ സാധനം. നമ്മൾ ശരിക്കും റോഡിലൂടെ എങ്ങനെയാണോ വാഹനങ്ങൾ പോകുന്നത് അതേ ഡിസിപ്ലിനിലാണ് ഈ ഡ്രോണൊക്കെ സഞ്ചരിക്കുന്നത്. ഓരോ ബിൽഡിങ്ങിന്റെ ഒരു ഫ്ലോറിനകത്ത് ഈ ഡ്രോൺ ലാൻഡ് ചെയ്യാനുള്ളതും ടേക്ക് ഓഫ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, നമ്മളെല്ലാവരും കേട്ടത് ഡ്രോൺ ഡെലിവറി ഒക്കെ കേട്ടു, പക്ഷെ അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ട്. നമ്മുടെ നാട്ടിൽ വരും ഉടനെ. അതന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. വരേണ്ട സമയം കഴിഞ്ഞു. കാരണം അത്രയും ടെക്നോളജി ഇത്രയും പ്രിസൈസ്ഡ് ആയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യിക്കാനും ടേക്ക് ഓഫ് ചെയ്യിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, ചൈനയും നമ്മുടെ നാട്ടിലേക്ക് വരാം. നമ്മുടെ നാട്ടിലെ സ്വന്തം നാടിനെ മലപ്പുറത്തിന് ദുബായ് ആക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഡ്രീമുമായിട്ട് ഇറങ്ങി തിരിച്ച ഒരാളാണ് ഉമർ എന്ന് പറയുന്നത്. ഉമറിന്റെ സ്റ്റാർട്ടപ്പ് അതാണ്. അപ്പൊ ആ ഡ്രീം ഒന്ന് പറയോ? 100K കോഡേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളായിരുന്നു അല്ലേ? അത് മലപ്പുറത്തിനെ ദുബായ് ആക്കുന്നത് ബുർജ് ഖലീഫ ഉണ്ടാക്കിയിട്ടല്ലാന്ന് എനിക്കറിയാം. എന്താണ് ആ ഡ്രീം? എന്താ മലപ്പുറം ദുബായ് ആക്കാന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? മലപ്പുറം ന്യൂയോർക്ക് ആക്കാന്നോ ജപ്പാൻ ആക്കാന്നൊക്കെ പറഞ്ഞാല് അവിടെ എങ്ങനെയാന്നുള്ളത് മലപ്പുറത്തുകാർക്ക് അറിയില്ല. ഇപ്പോ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം നമുക്കറിയാവുന്ന ദുബായാണ്. അപ്പോൾ മലബാറിന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ളത് എല്ലാ വീട്ടിൽ നിന്നും ഒരു പ്രവാസിയെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും എങ്ങോട്ടാണ് ഉയരേണ്ടത് എന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് വെക്കണമല്ലോ. അതിനാണ് ദുബായ് എന്നുള്ള ഒരു വാചകം ഉപയോഗിച്ചിട്ടുള്ളത്. ആ ആശയം ഇത്രയേ ഉള്ളൂ. നമ്മൾ GCC ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നാടാണ് മലബാർ സ്പെസിഫിക്കലി. അപ്പോൾ അവരൊക്കെ ശരിക്കും ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങി. ഇപ്പോൾ ലോകത്തെ ഏറ്റവും പുതിയ ടെക്നോളജികളൊക്കെ ഡിപ്ലോയിഡ് ആവുന്ന ഒരു സ്ഥലം ദുബായിയാണ്.
അതായത് ഓയിൽ തീർന്നാലുള്ള അതെ, പോസ്റ്റ് ഓയിൽ വേൾഡ് അഥവാ ഓയിൽ ഇല്ലാത്ത ഒരു കാലത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ഫാം വരുന്നത് ഇതേ രാജ്യങ്ങളിലാണ്. ഏത് ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയാണ് ഡിപ്ലോയ്മെന്റ് കൂടുതൽ നടക്കുന്നത്. അപ്പൊ അവിടുത്തെ ബ്ലൂ കോളർ എക്കോണമിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ വർക്കിലോ, കൺസ്ട്രക്ഷൻ വർക്കിലോ, അല്ലെങ്കിൽ അവരൊക്കെയാണ് ശരിക്കും ഈ കേരളം ഉണ്ടാക്കിയത് പ്രവാസികളെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതായത് ഒരു വലിയ വിഭാഗം ആൾക്കാർ അവിടെ പോയിട്ട് ബ്ലൂ കോളർ ജോബ് ചെയ്തിരുന്നെങ്കിൽ, നേരത്തെ ഇപ്പോൾ ഹരീഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഡ്രോൺ ഡെലിവറി വരുന്നു, ഓട്ടോണമസ് കാറുകൾ വരുന്നു, കൺസ്ട്രക്ഷനിൽ 3D പ്രിന്റിംഗ് വരുന്നു. ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെ ദുബായ് പോലെയുള്ള രാജ്യങ്ങൾ വളരെ വേഗത്തിൽ സ്വീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ, 20 കൊല്ലം കഴിഞ്ഞാൽ മലബാറുകാർക്ക് ദുബായിൽ ജോലി ഉണ്ടാവുമോ? ഉണ്ടാവില്ലെങ്കിൽ മലബാറുകാരുടെ ഉപജീവന മാർഗം എവിടെ നിന്ന് വരും? അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവുക. അപ്പൊ നമ്മളെ നാട് 10 കൊല്ലം കഴിഞ്ഞാലും 20 കൊല്ലം കഴിഞ്ഞാലും എവിടെ നിന്നായിരിക്കണം വരുമാനം വരേണ്ടത് എന്നുള്ള ഒരു ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ടാവുക. രണ്ടാമത്തേത്, ഈ 100K മലപ്പുറം കോഡേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ചെയ്തത് ഒരു പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ ആയിരുന്നു. അഥവാ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നാണ് പറയാ, 4ാം വ്യവസായ വിപ്ലവം എന്നാണ് പറയാ. ഈ 4ാം വ്യവസായ വിപ്ലവം എല്ലാ മേഖലയിലും, നമ്മുടെ ഭക്ഷ്യോൽപാദനം മുതൽ ബഹിരാകാശം വരെയുള്ള മേഖലകളിൽ ടെക്നോളജി വരുത്തുന്ന മാറ്റങ്ങളെ മലയാളത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഷോർട്ട് കോഴ്സുകളിലൂടെ ആൾക്കാർക്ക് സൗജന്യമായിട്ട് പരിചയപ്പെടുത്തുക. അതായിരുന്നു ഈ 100K മലപ്പുറം കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. 1,00,000 കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്തത്. 70,000 കുട്ടികളെ കവർ ചെയ്തു. ഫ്രീ ആയിട്ട് പഠിപ്പിച്ച പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അത് ഒരു ആശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 കൊല്ലം കഴിഞ്ഞാൽ മലപ്പുറത്തെ കുട്ടികൾ ഇപ്പോഴേ ഒരു വിത്തിട്ട് വെക്കാന്നുള്ളേ ഉള്ളൂ. പുതിയ കാലത്തിന്റെ കണ്ണട കൊടുക്കുക കുട്ടികൾക്ക്. അപ്പൊ അവര് പുതിയ അവസരങ്ങളെ ആ കണ്ണടയിലൂടെ കാണും. അല്ലാതെ നാളെ മുതൽ എല്ലാവരും ഇൻഫോസിസിലും TCSലൊക്കെ ജോയിൻ ചെയ്യും, അങ്ങനെയൊന്നും അല്ല ആശയം. പുതിയ അവസരങ്ങളെ കാണാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ചെറിയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റിൽ ആവില്ല. അപ്പൊ അതിനാണ് ദുബായ് എന്നുള്ള ഒരു പിക്ചറും വെച്ചിട്ട് ആ ഒരു ഇത് തുടങ്ങിയത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ക്യാമ്പയിൻ ആണ്. സൂപ്പർ. ടെക്കി വിസാർഡിന്റെ വീഡിയോയില് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്മാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഹൈറ്റ് എങ്ങനെ നോക്കാം, ഇപ്പം OP നമുക്ക് ക്യൂ നിൽക്കാതെ എങ്ങനെ ഡോക്ടറെ കാണാം. ഇത് അച്ഛന്റെ ചോദ്യങ്ങളാണ്. ടെക്കി വിസാർഡ് അതിനായിട്ടുള്ള ഉത്തരമായിട്ട് വരും. ആസിഫ്, ഇത് എവിടുന്ന കണ്ടുപിടിക്കുന്നത്? ഇപ്പം നമ്മുടെ ചുറ്റിനും ഉണ്ടല്ലോ നോളജ്. നമ്മളിപ്പം വലിയ വലിയ കണ്ടന്റ്സിലോട്ട് ഫോക്കസ് ചെയ്യാതെ നമുക്ക് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സാധനം ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതിലോട്ട് ആൾക്കാർ അധികം നോക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം റീസെന്റ് ആയിട്ട് എനിക്ക് ഹിറ്റ് ആയത് നമ്മൾ വേസ്റ്റ് എറിഞ്ഞാലുള്ള ഫൈൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവെ ചിലർക്കൊക്കെ അറിയാം. ആ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ എനിക്ക് തോന്നുന്നു കുറെ പേര് ഷെയർ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഇടുന്ന തെറ്റാന്ന് കാണിക്കാനുള്ള ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ആ പർട്ടിക്കുലർ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അതിലോട്ട് ആ ഒരു വേസ്റ്റ് ഇടുന്ന വീഡിയോ ചോദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാരിതോഷികം ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഇത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ബ്ലഡിന് എമർജൻസി വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ടു സപ്പോർട്ട് ORG എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്കാരുടെ ഡേറ്റാബേസ് കിട്ടും, വിളിക്കാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസ്ഫുൾ ആവും. അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ചെയ്യും. അപ്പോൾ അത് ആൾക്കാരിലേക്ക് കുറച്ചുകൂടി എന്റർടൈൻ ചെയ്യുമ്പോഴാണ് ഞാനും പപ്പയും നമ്മളെ കോമ്പോസ് ചെയ്യുന്നത്. നോർമൽ ന്യൂസ് പേപ്പറിൽ നിന്ന് വരെ കണ്ടന്റ്സ് എടുക്കാറുണ്ട്. എല്ലാ ആർട്ടിക്കിൾസും നോക്കും. ഇപ്പോൾ സ്മാർട്ട് ഫോൺ അഡിക്ഷനെ പറ്റി കണ്ടന്റ്സ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിൽ നോക്കിയിട്ട് എടുത്തേ. ഇപ്പൊ ഞാൻ കണ്ടന്റ് അപ്പം നോക്കുമ്പോൾ നമുക്ക് ചുറ്റിനും കണ്ടന്റായി. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഈ ഒരു പാർഷ്യൽ ഹ്യൂമനോയിഡ് അതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതധികം വന്നിട്ടില്ല. ഭാവിയിൽ മിക്കവാറും എല്ലായിടത്തും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന സംഭവമായിരിക്കും. ഇപ്പൊ തന്നെ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് ചിലപ്പോൾ കൗണ്ടറി നാളെ ഇതായിരിക്കും ഇരിക്കുന്നത്. അപ്പം കണ്ടന്റ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ തന്നെ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. ഈ കല്യാണം കഴിക്കാൻ EMI എടുക്കാന്നുള്ള ഓപ്ഷൻ എവിടെ നിന്ന് കിട്ടിയ അതുള്ളതാണോ? അതുള്ളതാണ് സംഭവം. അത് ആക്ച്വലി ലോൺ പോലൊരു സംഭവമാണ്. അതും കിട്ടും. ഇങ്ങനത്തെ കണ്ടന്റ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് ന്യൂസിലും വന്ന ഏതൊരു ന്യൂസ് കണ്ടപ്പോൾ കിട്ടിയതാണ്. ഞാൻ കണ്ടന്റ് തപ്പി നോക്കുമ്പോൾ എനിക്ക് ചുറ്റിനുള്ള എല്ലാം കണ്ടന്റ്. അങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് അത് സമയമാകുമ്പോൾ എനിക്ക് ഇതുപോലെ ഇറക്കി വിടും. അടിപൊളി. ഇപ്പം വിസാർഡ് എന്നുള്ള ടേം ഉപയോഗിക്കാൻ കാരണം എന്താ? ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മാജിക്കൽ തിങ്സ് നടത്താൻ പറ്റിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് പിന്നെ റാൻഡമായിട്ട് എടുത്തതാണ്. ടെക്കും അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു യുണീക്നെസ് കാണണം. ടെക് ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മാജിക്കലായിട്ട് വൺ ഡേ ചെയ്യുമെന്ന് വിചാരിച്ചു അങ്ങനെ. ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഗാഡ്ജറ്റ്സ് കൈകാര്യം ചെയ്യുന്ന ആളാണ് അമൽ. അപ്പൊ അമലിനോടുള്ള ചോദ്യമാണ്, അമലിന്റെ എത്ര ഫോണുണ്ട്? ഒരു 10 10 70 ഫോണൊക്കെ കാണും. എത്ര? 60-70? ഇതൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്? ഇൻകം ടാക്സ്. നമുക്കൊരു കബോർഡ് ഉണ്ട് അവിടെ തന്നെ വെച്ചിട്ട്. ഈ ഫോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കണോ?
അല്ല, എപ്പോഴും വരുന്ന ചോദ്യമായിരിക്കും, ചേട്ടാ എനിക്കൊരു ഫോൺ തരുമോ? ഈ ചോദ്യത്തിന് എന്താണ് അമൽ റിപ്ലൈ കൊടുക്കുന്നത്? നമുക്ക് ചില സമയത്ത് രാത്രി ഒരു 1 മണിയൊക്കെ ആവുമ്പോൾ മെയിലൊക്കെ ആയിട്ട് വരും, ചേട്ടാ ഒരു ഫോൺ തരൂ പ്ലീസ്, എന്റെ ഫോണിൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് സത്യം പറഞ്ഞാല് ബ്രാൻഡ് നമുക്ക് റിവ്യൂ യൂണിറ്റ് അയച്ചു തന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ കൊടുക്കാറില്ല, സ്നേഹം കൊണ്ട് കൊടുക്കാറില്ല. ഇത് വെച്ച് എന്ത് ചെയ്യും? വെറുതെ വെച്ചിരിക്കും. നമുക്ക് ലൈക്ക് നമ്മളൊക്കെ MKB HD-നെയൊക്കെ കണ്ടാ വളർന്നു വന്നേ. അപ്പൊ അവരെ പോലെ വലിയൊരു കളക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുക. പിന്നെ വീട്ടുകാർക്കൊക്കെ ഫോണൊക്കെ പൊട്ടപ്പോൾ ഒരു ഫോൺ എടുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള സെറ്റപ്പ് അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ അടിപൊളി. ഇപ്പം പണ്ട് നമ്മൾ ഫോൺ വാങ്ങുമ്പോ നോക്കിയിരുന്ന സ്പെക്ക് ആയിരിക്കുമല്ലോ ഇപ്പൊ നോക്കുന്നത്. ഇപ്പൊ ഈ സ്പെക്കൊക്കെ എങ്ങനെ മാറി? അത് ലൈക്ക് ഇപ്പം സ്നാപ്ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു പ്രോസസ്സറിന്റെ ഫസ്റ്റ് ജനറേഷൻ മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ വരെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് മാറുന്നതിനനുസരിച്ച് ആളുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെക്കുകളായിരിക്കും മെജോറിറ്റി നോക്കാറ്. ബട്ട് ഇപ്പോൾ എനിക്ക് തോന്നിയത് 2023 മുന്നേ വരെ ആളുകൾ സ്പെസിഫിക്കലി ഒരു സാധനം നോക്കുമായിരുന്നു. അതായത് എനിക്ക് പെർഫോമൻസ് വേണം, ഗെയിം കളിക്കാൻ ഇത്ര സാധനം വേണം, അതുപോലെ തന്നെ എനിക്ക് ക്യാമറ വേണം. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഇയറിൽ ഞാൻ കണ്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആളുകൾ ജനറലൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ലൈക്ക് എനിക്ക് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഫോൺ വേണം, ബാറ്ററി വേണം, ക്യാമറ വേണം, അതുപോലെ തന്നെ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റണം, എനിക്ക് വീഡിയോ കാണാൻ പറ്റണം, നല്ല ഡിസ്പ്ലേ വേണം, നല്ല ഡിസൈൻ വേണം. ഡിസൈനിൽ ആളുകൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ അതാണ് മേജർലി വന്നൊരു വലിയ ചേഞ്ച്. അത് ഭയങ്കര നല്ല ചേഞ്ചാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡുകൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ മാത്രം തരും, വേറെ ഒന്നും തരാതിരിക്കും, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യും. ഇപ്പോൾ ബ്രാൻഡുകൾ ഫോഴ്സ്ഫുള്ളി അവർക്കിപ്പോൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, ഹരീഷ്, ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള ഗാഡ്ജറ്റ്സ് ആണ് കൂടുതലും പരിചയപ്പെടുന്നത്. ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്, അതുപോലെ ഒരു എഡിറ്റർ ആണ്, ഭയങ്കര രസമുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഇടുന്നത് അല്ലെ? പാട്ടുകാരനാണ്. അപ്പോ റീസെന്റ് ഞാൻ ഒരു ലൈറ്റിന്റെ വീഡിയോ ഉണ്ട്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വാങ്ങിക്കാൻ പറ്റിയ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞുതരാം ഞങ്ങൾക്ക്. യെസ്, ഞാൻ കൂടുതലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അല്ലെങ്കിൽ വളർന്നു വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ ചാനൽ തുടങ്ങിയതും ആ ഒരു രീതിയിലായിരുന്നു. കാരണം എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോഴാണ് എൻ്റെ ഒരു ബ്രദർ പറഞ്ഞത്, ഇന്ന് അപ്പം ഇതൊരു കണ്ടന്റാക്കി ചെയ്താൽ പോരെ, ഒരു ചാനൽ തുടങ്ങിയിട്ട്. അങ്ങനെ തുടങ്ങിയ ചാനലാണ് എൻ്റെ ടെക് ടോക്ക് ബൈ ഹരീഷ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ ഫിലിം മേക്കിംഗ് അതുപോലുള്ള ഈ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗാഡ്ജറ്റ്സ് വാങ്ങിക്കാൻ തുടങ്ങി, അതിനെ പറ്റിയിട്ടുള്ള നോളജ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ അമലും ഈ പറഞ്ഞ പോലെ എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നത്, ചേട്ടാ ഇത് നല്ലതാണോ, ഈ ക്യാമറ നല്ലതാണോ, ഈ ഫോൺ നല്ലതാണോ, അല്ലെങ്കിൽ ഈ മൈക്ക് ഏത് മൈക്ക് വാങ്ങിക്കണം. അപ്പോൾ അതുപോലുള്ള കണ്ടന്റുകൾ കൂടുതലും ചോദ്യങ്ങൾ കൂടുതൽ വന്നപ്പോൾ എനിക്കും തോന്നി ആ ഒരു രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഞാൻ മാറുകയായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സാധാരണക്കാർക്ക് വേണമെന്ന് വെച്ചാൽ അല്ല. ഉമർ റീസെന്റ് പറഞ്ഞു നമ്മൾ പഠിപ്പിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞു. അത് നിർത്തിയിട്ട് എന്താണ്, എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ട? ആ കോൺസെപ്റ്റ് എന്താ ശരിക്കും? ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് നിർത്തിയിട്ട് വേറെ എന്തിലേക്കാ പോകണ്ടേ? കേട്ടായിരുന്നോ? അല്ല, അത് അത്രമാത്രം കേട്ടാ ഭയങ്കര പ്രശ്നമാണ്. അതായത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് നിർത്തണം എന്ന് പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചാല്, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അമലിനോടാ? അല്ല, നിങ്ങളോടാ. എന്നോടാ? അവർ ചെറിയ കുട്ടികളാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 100 കോടി രൂപ നിങ്ങളെ കുട്ടീനെ പഠിപ്പിക്കാൻ ബഡ്ജറ്റ് ഉണ്ടെന്ന് വെക്കാം. 100 കോടി രൂപ ഉണ്ട്. ഓക്കെ, ഹെൽപ്പ് ചെയ്യണേ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുക? നാട്ടിൽ ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുകയാണോ ചെയ്യുക, അതോ കുട്ടിക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഏറ്റവും നല്ല ലേണിംഗ് അല്ലേ പറയാറുള്ളത് അല്ലേ? ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞ. അതായത് ആശയം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കുട്ടിക്ക് പഠിക്കാൻ നമ്മൾ ഇന്ന് കാണുന്ന സ്കൂളിംഗ് സംവിധാനം ഉണ്ടല്ലോ, അതൊരു ഫാക്ടറി മോഡൽ എഡ്യൂക്കേഷൻ ആണ്. അഥവാ ഒരു ലിമിറ്റഡ് സിലബസ് ഉണ്ട്. അതൊരു കൊല്ലത്തില് ടീച്ചറുടെ സൗകര്യത്തിന്, ടീച്ചർക്ക് ഒരു ആവറേജ് കുട്ടിയെ പഠിപ്പിക്കാൻ എടുക്കുന്ന സിലബസ് എന്നുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. എബോവ് ആവറേജ് ആണെങ്കിലും ബിലോ ആവറേജ് ആണെങ്കിലും ആ കുട്ടിയുടെ നീഡ്സ് ആ സിസ്റ്റത്തിൽ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഇപ്പം ഞാൻ ചോദിച്ചില്ലേ 100 കോടി ബജറ്റ് ഉണ്ടെങ്കിൽ എന്നുള്ളത്, ഈ ചോദ്യം എപ്പോഴാണ് റെലവെന്റ് ആകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നാട്ടിൽ ആക്ച്വലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ചില ആൾക്കാർക്ക് ദോസ് ഹു ക്യാൻ അഫോർഡ് ടു സ്പെൻഡ്, അവരുടെ മക്കള് ഒരു പടി മേലെ ആയിരിക്കും, അല്ലാത്തവരുടെ മക്കള് ഒരുപാട് ലാഗ് ചെയ്യും. ഇത് ടീച്ചർ പഠിപ്പിക്കൽ നിർത്തണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന്
ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി കുട്ടി എന്ന് കരുതുന്ന ഒരു പോയിന്റിൽ ടീച്ചർ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അധികവും കുട്ടിക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇനി കുട്ടിക്ക് അത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അതേ ടോപ്പിക്ക് യൂട്യൂബിലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നല്ല ടീച്ചറിനേക്കാളും നന്നായിട്ട് പഠിപ്പിക്കുന്ന വീഡിയോകൾ ചിലപ്പോൾ യൂട്യൂബിനകത്ത് ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഇതേ എക്സ്പെരിമെന്റുകൾ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. പക്ഷെ കുട്ടിക്ക് കിട്ടാതെ പോകുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ശരിയും തെറ്റും തിരിച്ചറിയാന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ശരിയും തെറ്റും തമ്മിൽ നോർമലി നല്ല ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷെ ശരികളിൽ നല്ല ശരിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ, തെറ്റിൽ ചെറിയ തെറ്റിനെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു മാനസിക പക്വത വേണം. ഈ മാനസിക പക്വത കുട്ടിക്ക് വെറുതെ ഉണ്ടാവില്ല. അത് ഡെഫിനറ്റ്ലി ഒരുപാട് ജീവിതാനുഭവങ്ങൾ കേട്ട് ആ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുട്ടിയുടെ ഒരു ക്യാരക്ടറിനെ അതൊന്ന് ഡിഫൈൻ ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് കരിക്കുലം ട്രാൻസാക്ടർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു ഇൻഡിവിജ്വലിനെ മോൾഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു പോയിന്റ് പറഞ്ഞത്. പക്ഷെ അത് കേൾക്കുമ്പോ റീലിൽ അത്രേ കഴിയുള്ളൂ. അതിന്റെ ഫുൾ വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മതി. ഈ ഡാപ്റ്റ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ പറയാം നമുക്ക്. തീർച്ചയായിട്ടും. ഹരീഷ്, ഇപ്പൊ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ഗാജറ്റ് എന്താണ്? ചൈനയിൽ നിന്ന് വാങ്ങിയ എന്തുണ്ടല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഓക്കെ ഓക്കെ, ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗാജറ്റ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഇതിൻ്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാം. ഇതൊരു എയർപോർട്സ് ക്ലോൺ എന്ന് വേണമെങ്കിൽ പറയാം. ടച്ച് സ്ക്രീനുണ്ട്. ഓക്കെ, ഇതിൽ വെച്ച് ഈ ടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഡിവൈസ് ഒക്കെ കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇവരെ കൊണ്ട് ഗസ് ചെയ്യിച്ചാലോ? ആർക്ക് വേണമെങ്കിലും ഗസ് ചെയ്യാം. പക്ഷെ കറക്റ്റ് വാല്യൂ പറയുന്നവർക്ക് ഈ സാധനം കൊടുക്കൂല. അത് ഞാൻ ആദ്യം പറയാം. ഓക്കെ, ഉമർ ഗസ് ചെയ്യും. ഓക്കെ, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, ട്രാൻസ്പെറൻസി മോഡ് ഉണ്ട്. ഓക്കെ, ഫൈൻഡ് മൈ ഇതുണ്ട്, നമുക്ക് മിസ് ചെയ്താൽ ഇത് വെച്ച് കണ്ടുപിടിക്കാം. വാങ്ങിയ സ്ഥലം ചൈന അല്ലേ? ഓക്കെ, അല്ല ഞാൻ ഫീച്ചേഴ്സ് പറയാം. ആ ഫീച്ചേഴ്സിന് നിങ്ങൾക്ക് എന്ത് പ്രൈസ് കൊടുക്കാന്നുള്ളത് ഗസ് ചെയ്താൽ. ഉമർ പറ. വോളിയം കൺട്രോളർ ഉണ്ട്, ഫൈൻഡ് മൈ, നോയ്സ് ക്യാൻസലേഷൻ, ഈക്വലൈസർ. ഓക്കെ, ഒരുപാട് ടൈമേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അല്ല, നിങ്ങൾ 2 തവണ റാഫി ചൈനന്നല്ലേ വാങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അപ്പൊ നമുക്ക് ഗസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന്റെ കാര്യം കൂടി ഒന്ന് പറയണേ. പൊതുവെ നമുക്കൊരു ധാരണയുണ്ട് ഈ ചൈനയിൽ അല്ലല്ല, അവിടെ പോയി വാങ്ങിച്ചോണ്ട് വന്നു, അതാ ഉദ്ദേശിച്ചത്. അങ്ങനെ അപ്പൊ നമ്മളെല്ലാം ചൈനയിലാണല്ലോ. ഓക്കെ, അമല പറഞ്ഞു, ഒരു ഗസ് ചെയ്തു ഇതിന്റെ പ്രൈസ് എത്രയായിരിക്കും? ഞാൻ തൊട്ട് നോക്കി പറഞ്ഞു. ഞാൻ തൊട്ട് നോക്കി, പിടിച്ചു. ഒരു 3,000. 3,000 അമൽ ലോക്ക്ഡ്. ആസിഫ് പറ. ഞാൻ നേരത്തെ ഉപയോഗിച്ച് നോക്കി, പാട്ടൊക്കെ കേട്ട് നോക്കി, എങ്ങനെ ഒരു 4,000 വെർത്ത് സാധനം. ആ ഒരു കാറ്റഗറി ഉപയോഗിച്ച് നോക്കിയിട്ട് സൗണ്ട് ക്വാളിറ്റി ആയാലും നോയിസ് ക്യാൻസലേഷൻ ആയാലും ഡിസ്പ്ലേ ആയാലും ഭയങ്കര നല്ല ബിൽഡ് തോന്നുന്നു, ചീപ്പായിട്ട് തോന്നുന്നില്ല. ഇത് എങ്ങനെ പോയാലും ഒരു 4,000. ഇതിന് ബ്രാൻഡ് നെയിം ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ബ്രാൻഡ് നെയിം അല്ല ഇത്. ഇങ്ങനെ കണ്ടിട്ട് റാഫിക്കും പറയാം. ഞാൻ പറയാം, ലാസ്റ്റ് പറയാം. അല്ല, എനിക്ക് ഗാഡ്ജറ്റ്സിന്റെ എന്നാലും നിങ്ങൾ ഗസ് ചെയ്തോളൂ. അവര് പറഞ്ഞ റേഞ്ച് തന്നെ 3,000 4,000 അതിന്റെ ഇടയിൽ പിടിക്കാം നമുക്ക്. ഓക്കെ, ഞാൻ പറയുന്നു 900. നേരെ 9. 900 റുപ്യ. 900 റുപ്യ. 1 2 3. ഇത് ഞാൻ വാങ്ങിച്ചത് 65 RMB, അതായത് നാട്ടിൽ ഏകദേശം 765 രൂപ. ക്ലോസ് ഞാനല്ലേ? അതെ, ഏകദേശം 900. പക്ഷെ ഞാൻ തരൂല. അപ്പൊ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എയർപോർട്സ് തോറ്റു. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്താ കേട്ടോ. ഇത്രയും ക്വാളിറ്റി എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യമാണ് ഈ ഒരു ഡിവൈസ്. ഇത് ചൈനയിൽ നിന്ന് വാങ്ങിച്ചാണ്. എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു പ്രൈസിന് തരാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചപ്പോൾ. ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന അവിടെയാണ്. ഈ ഒരു എയർപോർട്സ് രാജ്യം കടന്ന് ഇന്ത്യ. ബ്രാൻഡ് ഏതാന്ന് ചോദിക്കണ്ടോ? ബ്രാൻഡ് നെയിം ഇല്ല. അതായത് ഇത് നമുക്ക് എന്ത് ബ്രാൻഡ് ഇട്ട് വിളിക്കാം. ഇപ്പൊ എനിക്ക് ടെക്ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗാഡ്ജറ്റ്സ് ഇറക്കാം. ഇത് വാങ്ങിച്ചിട്ടാണ് നമ്മുടെ പ്രോഡക്ട്സ് ബ്രാൻഡ് ഇതുപോലെ. അപ്പൊ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവും. അവർക്ക് ഇത് ഒഫൻസീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം വെരി സോറി. അപ്പം ഇതാണ് അവിടുന്ന് പ്രൊഡക്ഷൻ ചെയ്ത് അവിടുന്ന് തന്നെ വാങ്ങിക്കുമ്പോഴുള്ള പ്രത്യേകതയാണ് ഈ ഒരു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ക്വാളിറ്റി അല്ല, പ്രൊഡക്ഷൻ വാല്യൂ എത്തായിരിക്കും എന്നുള്ളത്. ഞാൻ ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തരാം കേട്ടോ. ഞാൻ ആരെങ്കിലും കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കില്ലെങ്കിൽ നമ്മൾ കള്ളം പറയുന്നത്. അല്ല, 4,000 വാല്യൂ ഉള്ള
സാധനമാണെന്ന് പറയുന്നു, പക്ഷെ 650 റുപ്പീസ് അതെ. നമ്മുടെ നാട്ടിലെ ആരെങ്കിലും ഒരാള് പൈസക്ക് വരാമോ ജസ്റ്റ് ഒന്ന് കേട്ടു ചൈനയിൽ നിന്ന് കിട്ടിയാണ്. അല്ല അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വില കുറയും കാര്യം? എന്തുകൊണ്ടാ? എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള പ്രൊഡക്ഷനാണ്. സത്യം പറഞ്ഞാൽ ഇതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യം കടന്നു വരുമ്പോൾ ടാക്സും അതിന് ഇമ്പോർട്ട് ടാക്സും ബ്രാൻഡ് വാല്യൂ ഇതൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ശരിക്കും അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല ബ്രാൻഡുകൾക്ക്? പറ്റും. അതൊക്കെയാണല്ലോ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ. പുള്ളി പോക്കറ്റിലിട്ട് വന്നപ്പോഴേ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒന്നും കൊടുത്തില്ല. അപ്പൊ അതാണ്. അല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാല് ആ സാധനം ഇപ്പം ഹാരിഷ് ചേട്ടൻ പറഞ്ഞില്ലേ ബ്രാൻഡ് ചെയ്യാന്ന്. ഇപ്പൊ അതിന് ഹാരിഷ് പ്രോ മാക്സ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ വില 10,000 ആവുമായിരിക്കും. മനസ്സിലായോ? ബ്രാൻഡിങ് പൈസയും കൂടും. ഇപ്പൊ എല്ലാത്തിനും സൈറ്റ് ഉണ്ടോ എന്ന് പപ്പ ആസിഫിനോട് ചോദിക്കാറുണ്ട്. എല്ലാത്തിനും സൈറ്റ് ഉണ്ടോ? ഒരു 4-5 സൈറ്റ്സ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം പെട്ടെന്ന്. ഇപ്പൊ കോമൺ മനുഷ്യർക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 5 സൈറ്റ്സ്. ഇപ്പൊ വീട് ഡിസൈൻ ചെയ്യാൻ ഒരു സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്താൽ അപ്പൊ തന്നെ നമുക്കൊരു ഡിസൈൻ തരും. remodel.a എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ മുമ്പുള്ളതായിരുന്നു. ജസ്റ്റ് നമ്മൾ ഇപ്പൊ ഈ ലുലു മാളിന്റെ സംഭവമൊക്കെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാറ്റഗറി വേണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് മാറ്റി ഇപ്പൊ നമ്മൾ കണ്ടംപററി വേണം അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് വേണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ ഇരിക്കുന്ന ബാൽക്കണി പോലത്തെ സ്ട്രക്ചറും എല്ലാം മാറ്റി അതുപോലെ ആക്കി തരും. പണ്ടത് ഫ്രീ ആയിരുന്നു. ഇപ്പൊ 3 ക്രെഡിറ്റ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്യണം. അതുപോലെ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സ് ടു സപ്പോർട്ട് ORG, അത് നമുക്ക് ഡെയിലി ലൈഫിൽ എപ്പോഴും എമർജൻസി ഒരു സാധനം ബ്ലഡ് ആവശ്യം ഉണ്ടെങ്കിൽ ആ സൈറ്റ് ഏതായിരുന്നു? ഫ്രണ്ട്സ് ടു സപ്പോർട്ട് ORG എന്ന് പറഞ്ഞ. പിന്നെ അത് എവിടുത്തെ സൈറ്റാ ശരിക്കും? അത് ഗ്ലോബലി ഇന്ത്യൻ സൈറ്റ് തന്നെ. ഇപ്പം ഒരു കൊല്ലം മുന്നേക്ക് കേരളത്തിൽ അത്ര ഡേറ്റാബേസ് ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കേരളം നോക്കുമ്പോൾ നമുക്ക് മലപ്പുറം നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള എല്ലാവരുടെയും എമർജൻസി നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ ചിലർ ആ നമ്പേഴ്സ് മിസ്യൂസ് ചെയ്യുമെന്ന് പറയുന്ന കേട്ടായിരുന്നു കുറെ കമന്റ്സിൽ. പിന്നെ ഇപ്പൊ പപ്പായ വെച്ച് വരുന്ന ഏറ്റവും വലിയ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പപ്പായ്ക്ക് അങ്ങ് എപ്പോഴും സംശയം എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നമ്മള് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇഷ്ടം പോലെ സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയും അതിലേക്ക് എത്താനുള്ള സാധനം. അപ്പം അതിലും വേറൊരു കമന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കിടെക്ചറിലെ സോഫ്റ്റ്വെയർ ഇടുക. അപ്പൊ ആൾക്കാർ പറയും നിങ്ങൾ എന്റെ പണി കളയുമോ എന്ന് ചോദിച്ചു വരത്തില്ല. ഡിസൈനേഴ്സ് ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കല്ലേ പണി വന്നു. പക്ഷെ അവർക്ക് അത് നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അവർക്ക് ഈ ടെക് അറിയാമെങ്കിൽ പെട്ടെന്ന് ഒരാൾ ഒരു ക്യൂബ് ഡിസൈൻ ചോദിക്കുവാണെങ്കിൽ അവർക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇപ്പം റൈറ്റ് നൗ ഇതേപോലത്തെ AI സൈറ്റിൽ ഇപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞ AI സൈറ്റുകളൊക്കെയാണ്. അപ്പം പലരും ഇങ്ങനത്തെ അഭിപ്രായം പറയാം, AI വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ AI റീപ്ലേസ് ചെയ്യും, അത് പ്രൊമോട്ട് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ AI റീപ്ലേസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ AI അറിയാവുന്നവൻ അവിടെ തന്നെ നിൽക്കും. AI യൂസ് ചെയ്യാൻ പറ്റുന്നവൻ. ഇപ്പോഴത്തെ കറന്റ് മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് AI മൊത്തം നിൽക്കുന്നത്. അപ്പൊ അതറിയാവുന്ന ആർക്കിടെക്ചർ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ പുള്ളിക്ക് കളി അറിയാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെ വെല്ലുന്നൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. അതറിയാത്തൊരു ആർക്കിടെക്ചർ ഡിസൈൻ ആണെങ്കിൽ ആ പുള്ളിക്കാരനേക്കാളും നന്നായിട്ട് AI ചെയ്യും. ഇതുപോലെ കുറെ സൈറ്റ് ഉണ്ട്. എന്റെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശരി. ഓക്കെ. ചൈനയിലെ AI ഡോക്ടർ, AIയുടെ കാര്യം പറഞ്ഞോട്ടെ. ചൈനയിൽ AI ആശുപത്രി വന്നു എന്ന് പറയുന്നു. AI പറയാൻ ഏറ്റവും നല്ലത് ഉമറാണോ? അതെ അതെ തീർച്ചയായിട്ടും. AI ഉസ്താദ് പറയും. അപ്പൊ ഈ ഡോക്ടേഴ്സ് എങ്ങനെ AI വന്നു കഴിഞ്ഞാല് ചൈനയിൽ അത് വന്നോ? ചൈനയിലൊരു AI ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ആശയം വന്നു ആ വാർത്ത ഉണ്ടായിരുന്നത്. അത് നമ്മൾ മനുഷ്യർക്ക് കയറി പോകാൻ പറ്റുന്ന ഹോസ്പിറ്റൽ അല്ല, പകരം ഡിജിറ്റലി ഉള്ള ഒരു കൺസെപ്റ്റാണ്, ഒരു ആശയമാണ്. അപ്പോൾ ഈ AI ഡോക്ടർ എന്നുള്ള ആശയം, ഇപ്പോൾ ഒരു ഹ്യൂമൻ ഡോക്ടർ എന്താണ് ചെയ്യുന്നത് നോക്കുക. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിൽ പ്രകടമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഡോക്ടർ നമുക്ക് മരുന്ന് എഴുതുക. രോഗം ഇന്നതാണെന്നുള്ളത് ഒരു അസംഷനാണ്. ഇതായിരിക്കാം, വൈറൽ ഫീവർ ആയിരിക്കാം എന്നൊക്കെ ഉള്ള ഒരു അസംഷൻ മാത്രമാണ്. ഇനി അതല്ല, കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അദ്ദേഹം കുറച്ച് ടെസ്റ്റും മറ്റുമൊക്കെ എഴുതിയിട്ട് ഇതാണ് രോഗം എന്ന് പറയും. ഈ ഒരു പ്രോസസ്സ് അദ്ദേഹം എന്താണോ പഠിച്ചത് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇത് നല്ലൊരു ഡോക്ടർ ഡയഗ്നോസിങ് നടത്തുന്നത്. ഇത് AI ചെയ്യാം. കാരണം AI എന്താ വേണ്ടത്? ലക്ഷക്കണക്കിന് പേഷ്യൻസിന്റെ ഡാറ്റയിൽ നിന്നും AI കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അപ്പോൾ രോഗത്തെ ഒരുപക്ഷെ മനുഷ്യനേക്കാളും നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഹ്യൂമൻ ഡോക്ടർക്ക് അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾ ഇരുന്ന് പേഷ്യൻസിനെ കണ്ടാലും ഒരു 1,00,000 പേഷ്യൻസ് അതിനേക്കാളൊന്നും കാണാൻ കഴിയില്ലല്ലോ. ക്യാൻസർ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത ഒരു സംഭവം ചെയ്യാൻ പറ്റും. മീൻസ് എത്ര കണ്ട് ഡാറ്റ അവൈലബിൾ ആകുന്നു അത്ര കണ്ട് അക്യുറസി ഉണ്ടാവും. അപ്പോൾ AI ഡോക്ടർ എന്നുള്ള ആശയമൊക്കെ ആ അർത്ഥത്തിൽ എന്തായാലും പ്രാവർത്തികമാവും. പിന്നെ ഏതൊക്കെ തരത്തിലാണ് വരിക എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു 2 കൊല്ലം മുൻപേ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു.
അതായത് റോബോട്ടുകൾ സർജറി ചെയ്യുന്ന കാലം വരുന്നത്. ഇപ്പോൾ അധിക ഹോസ്പിറ്റലുകളിലും അതുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ആൾക്കാർ കമൻ്റ് ആയിട്ട് പറയുന്നതെല്ലാം എന്താണെന്ന് വെച്ചാൽ, പക്ഷെ അത് റോബോട്ടിക് സർജറിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ വേണ്ടേ എന്നുള്ളതാണ്. അത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കാറുകൾ ആദ്യ കാലത്ത് വന്നപ്പോൾ കാറിന് ഡ്രൈവർ വേണമായിരുന്നു. പക്ഷെ ഇനി കാറുകൾക്ക് ഡ്രൈവർ വേണ്ടാത്തൊരു കാലത്തിലേക്ക് എത്തി തുടങ്ങി. അതുപോലെ ഇപ്പൊ റീസെന്റ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, തല മാറ്റി വെക്കുന്ന ഒരു സർജറിയുടെ. അത് അക്യുറസിക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ ഇല്ലാത്ത റോബോട്ടിക് സർജറിയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മിനിമൽ ടൈമിൽ മാറ്റി വെക്കണം. അപ്പൊ അതിന് മനുഷ്യനേക്കാളും നല്ലത് റോബോട്ടാണെന്നാ പറയുന്നത്. നമ്മള് ടയേർഡാവും, നമുക്ക് പ്രിസിഷൻ കുറവാണ്, ഹ്യൂമൻ എറേഴ്സ് വരും. ഹ്യൂമൻ എറേഴ്സ് വരും. ടൈമാണ്. കാരണം ഇത് സർജറി ചെയ്ത് ജോയിൻ ചെയ്യുന്ന ഒരു സമയമല്ലേ, അതാണ് ആ പ്രിസിഷൻ ആണ്. നടന്നോ? ശരിക്കും നടന്നോ? അതോ അല്ല, അത് ഒരു 8-9 കൊല്ലത്തിനകത്ത് അത് പ്രാവർത്തികമാവും. അതിനുള്ള ഒരു വേ ഫോർവേഡ് ആണ് പറയുന്നത്. അല്ല, അപ്പോൾ ഈ AI ഡോക്ടറോ AI സർജറിയോ അങ്ങനത്തെ ഇന്ന് മെഡിക്കൽ കെയറിൽ നമുക്ക് ഒരു ഡോക്ടർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളെയും ശരിക്കും AIക്ക് ചെയ്യാൻ പറ്റും. അത് ഡോക്ടറുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ജോലിയിലും ആ മാറ്റമുണ്ട്. എല്ലാ ജോലിയിലും ഒരു AI കോഷ്യന്റ് ഉണ്ട്. ഇപ്പൊ AI റിപ്പോർട്ടർ, AI അവതാരക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊരു ഗിമിക്കാണ്. അത് അധികം എനിക്ക് തോന്നുന്നു ആൾക്കാരും ഞങ്ങളും ഇതിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ടെക്നോളജി എന്താണെന്നറിയോ, എല്ലാ ടെക്നോളജിയും ആദ്യം അതിന്റെ ഹൈപ്പാണ് വരിക. അപ്പൊ ഈ ഹൈപ്പ് വരുന്ന സമയത്ത് കുറെ ആൾക്കാർ ഈ ഹൈപ്പിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കും. പിന്നെ ഈ ഹൈപ്പ് റിയാലിറ്റി ആവില്ല, മെറ്റീരിയലൈസ് ചെയ്യില്ല. അപ്പോൾ ആൾക്കാരൊക്കെ പിന്നെ അതിനെ അന്ന് വലിയ മറ്റേ പുലി വരുന്നേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇത് ആക്ച്വലി എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്നോളജി കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഹൈപ്പ് പോയതോടുകൂടി ആളുകൾ ഇത് ശ്രദ്ധിക്കാണ്ടാകുമ്പോഴും ടെക്നോളജിയുടെ പ്രോഗ്രസ് നിൽക്കുന്നില്ല. പക്ഷെ പിന്നീട് ഇത് ഒരു റിയൽ ഇതിന്റെ പാത്തിലെത്തുമ്പോൾ പല ജോലികളെയും ഇത് നല്ല രീതിയിൽ വൈപ്പ് ഔട്ട് ചെയ്യും. ഇപ്പൊ AI ഒരു 1.5 കൊല്ലം മുന്നത്തെ ഹൈപ്പ് AIയുടെ കാര്യത്തിൽ ഇപ്പൊ ഇല്ല. പക്ഷെ ഒരു 1.5 കൊല്ലം മുന്നേ ChatGPTയോ അല്ലെങ്കിൽ ജെമിനയോ ക്ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് AI ടൂളുകളുണ്ട്. അവർ അന്ന് തന്നിരുന്ന ആൻസറിനേക്കാൾ എത്രയോ ഒപ്റ്റിമൈസ്ഡ് ആൻസേഴ്സ് ആണ് ഇപ്പൊ തരുന്നത്. പക്ഷെ ആ ഹൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ആരും അത്ര ബോധേഡ് അല്ല. പക്ഷെ ഇന്ന് ഇപ്പോ ഈ ഒരു ഇന്ത്യൻ വംശജയായിട്ടുള്ള മീര മൊറാത്തിയാണ് OpenAI എന്ന് പറഞ്ഞ ChatGPTയുടെ കമ്പനിയുടെ CTO. പുള്ളിക്കാരി പറയാണ് 2025 PhD ലെവൽ ChatGPT വരും എന്നാ പറയുന്നുണ്ട്. PhD ലെവൽ. അപ്പോ നമ്മളവിടെ ഉള്ള ഒരുവിധം എല്ലാവരും തീരുമാനമാക്കാൻ പറ്റൂലേ. അപ്പൊ ജോലി എന്തായാലും കുറെ പോവും. എല്ലാ മേഖലയ്ക്കും AIക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഡോക്ടറിന് മാത്രമല്ല, എല്ലാ മേഖലയിലും ഇത് പോസിബിൾ ആണ്. ഓക്കെ, AI മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന കാലം വരുമോ? കോമൺ മാൻ ക്വസ്റ്റ്യൻ ആണ്. വരുമായിരിക്കാം, എനിക്കറിയില്ല. വരുമോ? എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇപ്പൊ തന്നെ നമ്മള് മറ്റേ ഗൂഗിൾ ആഡ്സിന്റെ ഒക്കെ കാര്യം പറയത്തില്ലേ, നമ്മൾ മനസ്സിൽ കാണുന്നതൊക്കെ വരും എന്ന് പറയുന്നത്. അതൊരു നിസ്സാര കാര്യമാണ്. നമ്മൾ ജസ്റ്റ് പെർമിഷൻ കൊടുത്തു ഇങ്ങനെ വരുന്ന കാര്യം. ഇപ്പൊ ChatGPT വന്നിട്ട് 2 കൊല്ലമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ട് അതിന്റെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞ ആ ഒരു എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് തരുന്നത്. ഒരു 5 കൊല്ലം മുന്നുള്ളവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോടാന്ന് പറയും, അതുപോലത്തെ ഒരു റിസൾട്ടാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഇപ്പം സാംസങ്ങിന്റെ തന്നെ ഫോണിന്റെ കാര്യം പറയാം. ഞാൻ റീസെന്റ് ആയിട്ട് ഫോൾഡിനകത്ത് യൂസ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ലൈവ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഹിന്ദി പറയുകയാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അത് ഇംഗ്ലീഷിൽ പറയാം. അപ്പം അതിനകത്തെ വോയിസ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ചില ഇപ്പോൾ കടകളിലൊക്കെ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്ലെയിൻ ആയിട്ട് റോബോട്ടിക് സൗണ്ടിലാണ് ഈ വരുന്ന അനൗൺസ്മെന്റ് വരുന്നത്. പക്ഷേ ഈ ഫോൾഡിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് എടുക്കുന്നെങ്കിൽ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പറയുന്ന പോലെ തന്നെ, അതേ സമയത്ത് നമ്മളൊരു ഇംഗ്ലണ്ട് എടുക്കുന്നെങ്കിൽ ആ ഒരു ടോൺ വരും. അതുപോലെ ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റ് ആയി എന്ന് പറയുമ്പോൾ അത്രയ്ക്കും അഡാപ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുക. ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അതുപോലെ കുറെ ഇപ്പം ജസ്റ്റ് ഒന്ന് ഡെവലപ്പ് ആയതേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി, അതിന്റെ പ്രോഗ്രാം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസിക് പ്രോഗ്രാം ChatGPT ഇങ്ങോട്ട് തരും. പണ്ടത് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് കുറെ റിസർച്ച് ചെയ്യണം അങ്ങനെ സാധനം. ഇപ്പൊ 2 കൊല്ലം കൊണ്ട് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ OpenAIയുടെ തന്നെ സോറ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കിട്ടും. പണ്ട് ഫോട്ടോസ് കിട്ടും, മെറ്റായിലൊക്കെ ഇപ്പോൾ ഫോട്ടോസ് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡ്രോൺ ഷോട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രെൻഡിങ്ങാണ്. പഴയ മാമത്ത് സ്നോയിൽ കൂടെ നടന്നു വരുന്നു, ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ ടെക്നോളജി 2 കൊല്ലം കൊണ്ടാവുന്നത്. അപ്പോൾ ഒരു 20 കൊല്ലം കൊണ്ട് എന്തോരം ടെക്നോളജി ഉണ്ടാവും. ഇപ്പൊ ഇത്രയും പേരെ ഇമ്പാക്ട് ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രോംപ്റ്റ് എഞ്ചിനീയർ,
അത് ഇപ്പൊ എനിക്ക് തന്നെ പേടിയാണ്, നാളെ എൻ്റെ ഒരു ജോലി ഇങ്ങനെ ഞാൻ ബിടെക് പഠിച്ചിറങ്ങുന്ന സാധനം എന്നേക്കാളും നന്നായിട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ 30,000 കിട്ടുന്നതെങ്കിൽ 2,000 രൂപയ്ക്ക് അതിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ജോലിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 കൊല്ലം കൊണ്ട് എനിക്ക് ഇത്രയും പേടി വന്നു. അപ്പോൾ എനിക്കിപ്പോൾ 21 വയസ്സായി, 41 വയസ്സാകുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് AI-യുടെ പുറകെ പോകാനാണ്. അതിന്റെ കുറെ പോയിട്ട് ഈ പഠിക്കാൻ തീരുമാനിച്ചു. AI പഠിക്കാൻ തീരുമാനിച്ചു. അത് തന്നെ. അപ്പോൾ ഈ ഭരിക്കുന്ന സമയത്ത് ഞാൻ ഭരിക്കുന്ന കൂട്ടത്തിൽ നിൽക്കാം. ഏത് അവരുടെ സൈഡ്. ശരി. അമൽ ബ്രോ, ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാഡ്ജറ്റ് ഏതായിരിക്കും? ലൈക്ക് ഗാഡ്ജറ്റ് അല്ല, ഇതൊരു ക്യാമറയാ. ലൈക്ക് 2017-18 ഞാൻ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എനിക്ക് പുതിയത് പറ. അതെ, യൂട്യൂബ് വീഡിയോ, ഒരു സിനി ക്യാമറയിൽ എനിക്ക് യൂട്യൂബ് വീഡിയോ എടുക്കണമെന്നുള്ളത്. മോഡൽ പറ. അപ്പോ ഞാൻ ഇപ്പം ആദ്യമൊക്കെ ഞാൻ റെഡ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ. ഒരു അലക്സ എല്ലാം ഇപ്പൊ എടുത്താൽ കൊള്ളാന്നൊക്കെയാണ് ആഗ്രഹം. മറ്റേ പുതിയ ഗ്ലാസുകളൊക്കെ വരുന്നില്ല നമ്മള്? വിഷൻ പ്രോ അതൊക്കെയോ? വിഷൻ പ്രോ ഒക്കെയാണ്. എനിക്ക് വിഷൻ പ്രോ നമ്മളിങ്ങനെ അത് വെച്ച് നടക്കുന്ന എനിക്ക് അതിട്ട് ഞാൻ തല ഇറങ്ങും. ഈ വിഷൻ പ്രോ ഉണ്ടല്ലോ, ഇപ്പൊ ആപ്പിൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള ആ സാധനം. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആപ്പിളിന്റെ ഒരു AR ഗ്ലാസിന് വേണ്ടി, അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി ഗ്ലാസിന് വേണ്ടി. പക്ഷെ ഇതിങ്ങനല്ല, ഈ ഒരു ഫോമിലുണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വിയർ ചെയ്തിട്ട് വിഷൻ പ്രോയുടെ ഫംഗ്ഷനാലിറ്റി വരുന്ന ഒരു കാലം വരും. അത് ഞാൻ വാങ്ങും. അതിനുവേണ്ടി ഞാൻ എക്സൈറ്റഡ് ആണ്. ഇത്രയും വലിയ 1 കിലോ സാധനം വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് വരും, സമയം എടുക്കും. ഹെഡ് മൗണ്ടഡ് ഡിവൈസ് എന്നല്ലേ പറയുന്നത്, അത് ഐ മൗണ്ടഡ് ഡിവൈസ് ആയിട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ഏത് ഡിവൈസ് ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് അറിയാത്തൊരു കാലം വരുമോ? തീർച്ചയായിട്ടും വരും. കാരണം അത്രയും വളർന്നിരിക്കുന്നു ടെക്നോളജി. ഈ പറഞ്ഞ പോലെ ഗ്ലാസ് മാത്രമായിട്ട് ഉപയോഗിക്കുന്നൊന്നും ആലോചിക്കുക, ഡെയിലി വേറെ ആയിട്ട് ഉപയോഗിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഉണ്ട് കുറച്ച്. പക്ഷേ അതെ, ഒരുപാട് ഡിവൈസ് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അയൺമാനകത്ത് കണ്ടിട്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ അത് നമുക്ക് ബേസിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ആപ്പിൾ കൊണ്ടുവന്ന ടെക്നോളജി കണ്ടിട്ടില്ലേ, ഈ വിഷൻ പ്രോ ചെയ്ത അടിപൊളി സാധനങ്ങൾ, നല്ല പ്രിസൈസ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും. ഇപ്പൊ ഞാൻ ആ റൂമിൽ ഞാൻ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് മാൾ ഇറങ്ങിയിട്ട് വന്ന ആ റൂം നോക്കുമ്പോൾ അവിടെ നെറ്റ്ഫ്ലിക്സിന്റെ വിൻഡോ കാണും. അത് ഈ ഒരു കണ്ണാടിയിലേക്ക് വരുവാണെങ്കിൽ പീക്കായിരിക്കും, ലെവൽ മാറും. ഓക്കെ, ഞാൻ ഒരു ഗാഡ്ജറ്റ് വാങ്ങാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കും ഹരീഷ്. ഏതും ആയിക്കോട്ടെ, ഫോൺ, മിക്സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്. ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഞാൻ യൂട്യൂബിൽ പോയി നോക്കുമായിരിക്കും ചെയ്യുന്നത്. കറക്റ്റ് വേ എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കാം? സത്യം പറഞ്ഞാൽ ഒരുപാട് ഗാഡ്ജറ്റ്സും ഇതൊക്കെ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. എല്ലാവർക്കും ഉള്ള സംശയം തന്നെയാണ്, ഇത് ഏത് വാങ്ങിക്കണം, ഏതിലോട്ട് പോകണം, എൻ്റെ ആവശ്യം ഇതാണ്. ഇനി എന്ത് ഗാഡ്ജറ്റ് ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ചെക്ക് ലിസ്റ്റാണ്. നമ്മുടെ പ്രിഫറൻസ് എന്താണ്? ഇപ്പോൾ ഒരു ഫോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ക്യാമറയാണോ? ഇപ്പം പറയും എല്ലാവരും ക്യാമറ വേണം, ഡിസ്പ്ലേ വേണം, സ്റ്റോറേജ് വേണം, പെർഫോമൻസ് വേണം ഒക്കെ പറയുകയാണെങ്കിലും പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ. അതിപ്പം വാഷിംഗ് മെഷീൻ ആയാലും ഏത് ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ് ആണെങ്കിലും നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ ചെക്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതായിരിക്കും, അതിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പ്രോഗ്രാമോ അല്ലെങ്കിൽ അതുപോലത്തെ ഇത് ഡെവലപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഗാഡ്ജറ്റ്, പർട്ടിക്കുലർ ഗാഡ്ജറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ലേമൻ ലാംഗ്വേജിൽ പറയുകയാണ്, നമ്മൾ ഗൂഗിൾ ഫോം ഒക്കെ പറയൂലേ, ടിക്ക് വരുമ്പോൾ അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും നമുക്ക് പറ്റിയ പ്രോഡക്റ്റ് ഇതാ. അതപ്പോൾ അതുപോലുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രൊഡക്റ്റോ അങ്ങനത്തെ ഒരു ഇത് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സാധാരണക്കാർക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക ഫസ്റ്റ്, എന്തൊക്കെ വേണം എന്നുള്ളത്. ചെക്ക് ലിസ്റ്റ് ആണ് എല്ലാത്തിനും ആധാരം. നമ്മുടെ ലൈഫിലാണെങ്കിലും ഗാഡ്ജറ്റ് സെലക്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ പ്രിഫറൻസ് മാർക്ക് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ടെക് എക്സ്പോ, ടെക് ഫെസ്റ്റിവല്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നിങ്ങൾ ചൈനയിൽ പോകുന്നു, ഇപ്പൊ ദുബായിലേക്ക് ടെക് എക്സ്പോ കാണാൻ ഒരുപാട് പേരെ ഉമർ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ആ എന്താ സംഭവം പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി എക്സ്പോ, പ്രത്യേകിച്ച് AI കാറ്റഗറിയിലൊക്കെ നടക്കുന്നത് ജൈടെക്സ് എന്ന് പറഞ്ഞിട്ട് ഗൾഫ് ഇൻഫർമേഷൻ ടെക്നോളജി എക്സിബിഷൻ എക്സ്പോ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുന്ന ഈ ജൈടെക്സ് പറഞ്ഞ ഇവൻ്റാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു 8 വർഷമായിട്ട് പങ്കെടുക്കുന്ന ഒരു ഇവൻ്റാണ്. അവിടെ പോയാലുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അടുത്തൊരു 5 to 10 ഇയേഴ്സിനകത്ത് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ടെക്നോളജികളെ നേരിട്ട് അറിയാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ദുബായിയൊക്കെ ഭയങ്കര ഫ്യൂച്ചർ ആയിട്ട് ആണ് അവരെല്ലാത്തിലും പ്ലാനിങ് എന്നല്ലേ പറയാം. അവരുടെ എല്ലാം ഗവൺമെന്റിന്റെ പവലിയൻസ് ഉണ്ടാകും. എന്നിട്ട് ഗവൺമെന്റിന്റെ ഓരോ സെക്ടറിലും അവരെങ്ങനെയാണ് ടെക്നോളജി ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡ്രോൺ വെച്ചിട്ട് ബിൽഡിങ്ങുകൾ മാപ്പ് ചെയ്യുന്നത്, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഡ്രോൺ വെച്ച് ചെയ്യുന്നത്,
സെക്യൂരിറ്റി സർവീസസിന് ഓട്ടോണമസ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഫ്ലൈയിങ് ടാക്സികൾ, ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ എന്താ പറയുക നേരിട്ട് കാണാം. അതായത് പ്രോട്ടോടൈപ്പുകൾ തന്നെ അവിടെ പോയാൽ കാണാം. പിന്നെ ഹെൽത്തിൽ, ഫുഡ് ഇൻഡസ്ട്രിയിൽ, അങ്ങനെ എല്ലാ മേഖലയിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജികൾ നമുക്ക് അവിടെ പോയാൽ കാണാം. അപ്പോൾ ഒന്ന് നമുക്ക് സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നെറ്റ്വർക്ക് ചെയ്യാം, ഒരുപാട് പുതിയ ടെക്നോളജികൾ കാണാം. അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയതെന്ന് തുടങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളൊരു 50 പേര് പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഒരു ഓൾറെഡി ഒരു 60 പേരോളം ആയിട്ടുണ്ട്. സെലക്ട് ആയി. അതെ. നമ്മളാരെങ്കിലും കൊണ്ടുപോകാൻ ചാൻസ് 61 പ്രശ്നമുണ്ടോ? എന്താ ചെയ്യേണ്ടത് നിങ്ങളിപ്പോ ദുബായിലേക്ക് വരാൻ? അല്ല, അതൊരു പാക്കേജ് പോലെയല്ല ചെയ്യുന്നത്. എക്സ്പെൻസസ് സെൽഫ് മാനേജ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ ഗൈഡ് ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ടീമായിട്ട് പോകുന്നത്. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ജൈടെക്സിന് ഞാൻ അതിൻ്റെ കുറച്ചൊരു നാടൻ രീതിയിൽ പറയുന്നതാണ്. ആട് അങ്ങാടിക്ക് പോയ പോലെ ആയിരിക്കും നമ്മൾ നേരിട്ട് ജൈടെക്സ് കാണാൻ പോയാൽ. റീസൺ എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ ഇവൻ്റാണ്. 50 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഇവൻ്റ് നടക്കുന്നത്. നമ്മൾ എങ്ങനെ ഫുള്ള് കാണണമെന്ന് കരുതിയാലും ഒരു 10% പോലും കവർ ചെയ്യാൻ കഴിയില്ല 5 ദിവസം കൊണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി പോകണം. ഒന്ന്, അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം എന്താണ് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, AI ആണ് ഇപ്പം അവിടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു. ഇപ്പം ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ റവല്യൂഷൻ എന്താണെന്നറിയോ? പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് ആണ്. അതായത് ബുദ്ധി നിർമ്മിക്കുക. അങ്ങനത്തെ ഒരു റെവല്യൂഷൻ ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. AI ഉണ്ടാക്കുക എന്നുള്ളതാണ്, അങ്ങനെയാണ് പറയാം. AI ഉണ്ടാക്കുക എന്നുള്ളത് ബേസിക്കലി അങ്ങനെ പറയാം നമുക്ക്. അത് അതിന്റെ ഒരു ഭാഗമാണ്. അതായത് പ്രൊഡക്ഷൻ ഓഫ് ഇന്റലിജൻസ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ. ഇപ്പോൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, നമ്മൾ ആവി യന്ത്രവും മറ്റുമൊക്കെ വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആദ്യ കാലങ്ങളിൽ യന്ത്രങ്ങളാണ് നിർമ്മിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ബുദ്ധി നിർമ്മിക്കുകയാണ്. അതായത് മനുഷ്യനേക്കാളും എന്താ പറയാ ബ്രെയിൻ പവർ ഉള്ള ഒരു സ്പീഷീസിനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ, ഇത് നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ, അതായത് എന്തായിരിക്കും ഇതിന്റെ ഫ്യൂച്ചർ, ഇത് മനുഷ്യനെ കൺട്രോൾ ചെയ്യോ ഇല്ലയോ എന്നുള്ളത്, അതിന് മൾട്ടി ഫാസറ്റഡ് ആണ് അതിന്റെ ആൻസർ. റീസൺ എന്താന്ന് വെച്ചാൽ, ഒന്ന്, ഇത് മനുഷ്യനെ പോലെ കോൺഷ്യസ്നെസ് വരുമോ എന്നിട്ട് മനുഷ്യനെ നിയന്ത്രിക്കുമെന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമല്ല. അതായത് ഇപ്പൊ മനുഷ്യനെ പോലെ നമുക്ക് എന്തിനും സിനിമ കണ്ട ഇമ്പാക്റ്റ് ആണ് എല്ലാവർക്കും ഉള്ളത്. അതായത് പ്രേമിക്കാൻ തുടങ്ങുമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ്. പക്ഷെ അതല്ല അതിന്റെ ആക്ച്വൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ എന്താ പറയാ എക്കണോമിക്, നമ്മൾ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റികളെ AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് AI അഫക്റ്റഡ് ആയി. അപ്പോൾ ആ ഒരു ഭാഗമുണ്ട്. ഇനി അതല്ല, AI-ന്റെ ഒപ്റ്റിമൈസേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാന്ന് പറയും. ഇപ്പോൾ ഇലോൺ മസ്ക് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ട്രൂത്ത് സീക്കിംഗ് AI വേണമെന്നാ പറയേണ്ടത്. അതായത് ട്രൂത്ത് സീക്ക് ചെയ്യണം. അതായത് AI-ന്റെ ഒപ്റ്റിമൈസേഷൻ പർപ്പസ് എന്താന്നുള്ളത് നോക്കണം. ഇപ്പോൾ AI-നെ നുണ പറയാൻ പഠിപ്പിച്ചാൽ AI ഏത് അറ്റം വരെ പറയും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്തിനാണ് AI ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഡാൻ ബ്രൗണിന്റെ ഒരു പുസ്തകമുണ്ട്, ഡാൻ ബ്രൗൺ എന്നാണ് എൻ്റെ ഓർമ്മ. ഡാവിഞ്ചി കോഡ് എഴുതിയത് അദ്ദേഹം അല്ലേ, ഡാൻ ബ്രൗൺ അല്ലേ? ആ, പുള്ളിയുടെ ഒരു പുസ്തകത്തില് 2017 ഇറങ്ങിയ ഒറിജിൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തില് ഒരു AI ഉണ്ട്. ആ പുസ്തകത്തിന്റെ ഒരു കേന്ദ്ര കഥാപാത്രം ഒരു AI ആണ്. അപ്പൊ ആ AI ആ കഥയിൽ ഉടനീളം അതിന്റെ ഇതെങ്ങനെ പോകുന്നത് വെച്ചാല്, ഈ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ അതിലെ ഒരു കേന്ദ്ര കഥാപാത്രം കൊല്ലപ്പെടും. അതായത് ഈ AI-നെ നിർമ്മിച്ച ആള് കൊല്ലപ്പെടും. അത് ഒരു വേദിയിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെടുക. എന്നിട്ട് പിന്നെ ആരാണ് അയാളെ കൊന്നത് എന്നുള്ളതാണ് ആ ബുക്കിന്റെ മൊത്തം പോക്ക്. അപ്പോൾ ഈ റോബർട്ട് ലാങ്ഡൺ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് മുന്നേ വായിച്ചതാണ്. ബേസിക് ആശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിന്റെ ലാസ്റ്റ് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ കഥാപാത്രത്തെ കൊന്നത് AI തന്നെ ഹയർ ചെയ്ത വാടക കൊലയാളിയായിരുന്നു. അപ്പോൾ AI-ക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം എന്തായിരുന്നു എന്നറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവ് സ്ട്രീം കണ്ട ഇവന്റ് ആയിട്ട് ഈ ഇവന്റ് മാറ്റണം.
അപ്പോൾ AI കാൽക്കുലേറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഇവന്റ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ആ ഇവന്റ് പ്രസന്റ് ചെയ്യുന്ന ആള് ആ വേദിയിൽ വെച്ച് കൊല്ലപ്പെടണം. അങ്ങനെ ആടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് മറ്റു കാര്യങ്ങൾ കാരണം ആൾക്കാർ കാണും. അപ്പോൾ ഇത് വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞ കേട്ടോ, ഒരു ഡിക്ഷണറിനേക്കാളും വലിയ പുസ്തകമാണത് ഒറിജിൻ എന്നുള്ളത്. പക്ഷേ അപ്പൊ AI-ന്റെ ഒപ്റ്റിമൈസേഷൻ ഇതെന്താണ്, പർപ്പസ് എന്താണ് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇത് സാധാരണക്കാർക്ക് ഇപ്പോഴും AI ഒക്കെ മനുഷ്യണ്ടാക്കിയതല്ലേ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് AI-ന്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റുകൾക്ക് പോലും AI എങ്ങനെയാണ് ആൻസർ തരുന്നത് എന്നുള്ളതിനെ പറ്റി ഡീകോഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അതിപ്പോൾ അതല്ല. അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് കോഡ് എഴുതല്ലേ, ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ മറുപടി പറയണം എന്നുള്ള സ്കീം AI-ക്ക് അകത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന, ഈ പ്രൊഡക്ഷൻ ഓഫ് ഇന്റലിജൻസ് നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഇല്ലാതെ ഇങ്ങനത്തെ പരിപാടികൾക്ക് പോയാൽ അങ്ങാടിക്ക് പോയ എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രോപ്പറായിട്ട് എന്താണ് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അത് ഏതെല്ലാം മേഖലകളിലാണ് മാറ്റം ഉണ്ടാക്കുന്നത്, ഈ നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, പിന്നെ ഡെഫിനറ്റ്ലി കേസ് സ്റ്റഡികൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇതിലൊരു കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് ഇതിന്ന് എടുക്കുക, അപ്പം എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അതെങ്ങനെയാണ് മാർക്കറ്റ് ഫിറ്റ് ആണെന്ന് നോക്കുക. അപ്പോൾ അങ്ങനത്തെ ആശയങ്ങളൊക്കെ ചേർത്തിട്ടാണ് ജൈടെക്സിനെ കൊണ്ടുവന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ജൈടെക്സിലേക്ക് പോണത്. അപ്പൊ AI-യുടെ ഒരു ഭയങ്കര ഇൻസൈറ്റ് ആണ് ഈ കഥയിലൂടെ ഉമർ പറഞ്ഞത്. അതായത് മൂപ്പര് കൊടുത്ത ഇൻപുട്ട് ഇതാണ്, ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ലൈവ് പരിപാടി ആക്കണം. അതിന് മൂപ്പര് കണ്ടുപിടിച്ച ഐഡിയ ആണ് ഈ പരിപാടി അവതരിപ്പിക്കുന്ന ആളെ കൊല്ലുക എന്നുള്ളത്. അതിന് മൂപ്പര് ആളെ ഹയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഏത് വഴിക്ക് AI പോകും നിലവിൽ നമുക്ക് അറിയില്ല. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി. ഞാൻ ആ ബുക്കിനെ പറ്റിയിട്ട് കേട്ടിട്ടൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ലൈക്ക് ഒന്ന് ആലോചിക്കുക, നമ്മൾ നാളെ ഒരു ദിവസം നമ്മൾ ChatGPT എടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടന്റ് എഴുതി തരൂ. ChatGPT ചിലപ്പോൾ നമ്മളെ ജയിലിലാവുന്ന തരത്തിലുള്ളൊരു സാധനമായിരിക്കും എഴുതി തരുന്നത്. ലൈക്ക് ആ എക്സ്ട്രീം വരെ പോവാം നമ്മൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നിലവിൽ ആ എക്സ്ട്രീം ഉണ്ട്, പക്ഷെ അത് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു ടെലിഗ്രാം സ്കാം കണ്ടില്ലേ, നമ്മളിപ്പോ ന്യൂഡിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ടെലിഗ്രാം ബോട്ട് ഒരു പിക്ചർ ഇട്ടിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നത്. ഈ വന്നേക്കുന്ന എല്ലാ ChatGPT അല്ലെങ്കിൽ ഓപ്പൺ സർവീസുകളോ അല്ലെങ്കിൽ മെറ്റയുടെ സർവീസിനും എല്ലാം അത് പറ്റും. ഇത് അതിനകത്ത് ഇപ്പം ഇതിപ്പം നമ്മളൊരു ടെററിസം അല്ലെങ്കിൽ പറഞ്ഞ ന്യൂഡിറ്റി ഒക്കെ അത് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്ന് വെച്ചാൽ പറ്റത്തില്ലെന്നല്ല, അത് പറ്റും, നല്ല വൃത്തിക്ക് പറ്റും. ഈ പറയുന്ന പോലെ വീഡിയോ മാമത്തിന്റെ കേസ് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കും. ആ ലിമിറ്റേഷൻ മാറ്റിയിട്ടാണ് ഇത് മിസ്യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്നെയാണ് ഇപ്പോൾ ഓമറൊക്കെ പറഞ്ഞ പോലെ നമ്മളത് അഡാപ്റ്റ് ചെയ്യണം. നമ്മൾ ടെക്നോളജിയാണ്, ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ AI ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പം മിസ്യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ. നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയേ വരത്തുള്ളൂ എല്ലാം. അത് ഇപ്പൊ ഇച്ചിരി കാലഘട്ടത്തിലായിട്ടുള്ളൂ, ഇനി വരുമ്പോൾ എന്തൊക്കെ രീതി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. കറക്റ്റ്. ഇപ്പൊ റീസെന്റ് ഒരു റോബോട്ട് ചൈനയിലല്ലേ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞ റോബോട്ട് സൂയിസൈഡ് ചെയ്തു. ശരിക്കും റോബോട്ടിന് പവർ കഴിഞ്ഞതായിരിക്കും. പവർ കഴിഞ്ഞായിരിക്കും. ഓക്കെ. ആസ് എ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ എത്രത്തോളം വാർത്ത കൊടുത്തവരുടെ പ്രശ്നമാണ്, അല്ലാതെ അതൊക്കെ ഒരു അതിനകത്ത് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ വർക്ക് പ്രഷർ കൂടിയിട്ട് അതെനിക്ക് തോന്നുന്നു സംതിങ് മാർക്കറ്റിംഗ് പോലെ എന്തെങ്കിലും. ആക്ച്വലി ഒരു റോബോട്ട് എന്ന് പറഞ്ഞാല് ഈ പാക്കിംഗ് സെക്ഷനിലുള്ള ഒരു റോബോട്ട് പോലത്തെ ഒരു ഹാൻഡ് മറ്റേ ഈ പാക്ക് ഒക്കെ ചെയ്യില്ലേ, അതേപോലത്തെ റോബോട്ടായിരുന്നു. അതിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ച് അത് അതെന്താണെന്നറിയോ, റോബോട്ടുകളെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ മനുഷ്യനെയൊക്കെ എന്താ പറയാ താരതമ്യം ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ആൾക്കാർ ഇതേ എഫക്ട് ഉണ്ടാകുന്നത്. ലുക്കിന് മനുഷ്യന്റെ ഫീൽ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ AI എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണ്, അല്ലെങ്കിൽ ഏത് ലെവൽ വരെ നിങ്ങൾ AI യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ ഇപ്പം എൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബ്രെയിനിനെ എത്രത്തോളം എനിക്ക് യൂട്ടിലൈസ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. മേ ബി ഒരു ടൈറ്റിൽ എഴുതുന്നത്, ടൈറ്റിൽ നമ്മൾ എഴുതി ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിലൊന്നും വരില്ല. ആ സമയത്ത് ഇപ്പം ഞാൻ വിഡൈക്യു പോലുള്ള ഒരു സാധനം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. സോ ബേസിക്കലി എൻ്റെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ആ വിഡൈക്യു AI എനിക്ക് ടൈറ്റിൽ റെക്കമെൻഡ് ചെയ്ത് തരും, ഡിസ്ക്രിപ്ഷൻ അത് തന്നെ എഴുതി തരും, ടാഗ് അത് തന്നെ എഴുതി തരും. ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ പണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതാ. അത് മൊത്തം ഞാൻ ഓട്ടോമേറ്റ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ എനിക്ക് ഒരാഴ്ച 2 ആഴ്ച കൂടപ്പോൾ ഈ AI വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരും,
ചാനലിൽ ഈ തംബ്നെയിൽ കൊള്ളൂല, മാറ്റണം, തംബ്നെയിൽ ഒപ്റ്റിമൈസ് ചെയ്യണം, ഈ രീതിക്ക് മാറ്റണം. അതുപോലെ തന്നെ എനിക്ക് കറന്റ്ലി കേരളത്തിലും എനിക്ക് ആക്ച്വലി അതിനകത്ത് എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ആസിഫിനെയും ഹാരിഷേട്ടനെയും ഒക്കെ എനിക്ക് അതിനകത്ത് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് എത്രയെന്നുള്ളത് എൻ്റെ എനിക്ക് അതിന് വിടൈക്കൊണ്ട് എനിക്ക് പറഞ്ഞു തരും. ആ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അവരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സംഭവമാണ് ഞാൻ ആകെ കൊടുത്തിട്ടുള്ളത്. ബാക്കി പിന്നെ ഐക്കകത്ത് ടൈപ്പ് ചെയ്ത് വെക്കാൻ മടിയാ, അതിനെന്തെങ്കിലും കൊടുക്കണമല്ലോ. ആസിഫ്, ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ആണല്ലോ. ഇപ്പോൾ വൈകിട്ട് ഞാനിപ്പം ഈ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തു, താങ്ക് യു ലുലു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നത് റീഫ്രൈസ് ചെയ്യാൻ പറഞ്ഞ എ കൊണ്ട് ചെയ്യും. ഞാൻ കുറേ നേരം ആലോചിച്ച് ആ വർക്കുകളൊക്കെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കുന്നതിന് എനിക്ക് അത്രയും ടൈം ജസ്റ്റ് ഒരു സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറേ പോസിബിലിറ്റീസ് വരും. ഇത് തന്നെ എനിക്ക് കോളേജിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഐഡിയാസിലും ഒക്കെ എൻ്റെ ടൈം എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഞാൻ കംപ്ലീറ്റ്ലി എക്ക് വിട്ടു കൊടുക്കത്തില്ല. ഞാൻ പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്ന് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എൻ്റെയും കൂടെ ഒരു സംഭവം ഇടും. ഇപ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സാധനം. ഇത് യൂട്ടിലൈസ് കഴിഞ്ഞാൽ നോർമലി ഇത് യൂസ് ചെയ്യാത്ത ഒരാളെക്കാളും ഒരു പടി നമുക്ക് മുന്നേ ചെയ്യാൻ പറ്റും. ടൈമും നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈം നമുക്ക് കിട്ടുകയും ചെയ്യും, കുറച്ചുകൂടി ബെറ്റർ സാധനം കിട്ടുകയും ചെയ്യും. ഇത് ഏത് AI ഉപയോഗിക്കണേ? ചാറ്റ് ജി പി ടി ആപ്ലിക്കേഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. പെട്ടെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ പറയും, ചാറ്റ് ജി പി ടി ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്ന പോലെ, ഞാൻ ഇന്ന സംഭവം ചെയ്യാൻ പോവാ, അതിൽ ഇന്നൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പറയാം. ചില സമയത്ത് ഞാൻ പോയിട്ട് അന്ന് ഞാൻ പറഞ്ഞ ആ സംഭവം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ചാറ്റ് ജി പി ടി അങ്ങനെ പറയും, അങ്ങനെ തന്നെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ പറയാം ആ ഓർമ്മയുണ്ട്, ഇതല്ലയോ ഇതൊന്നും ഇങ്ങോട്ട് ചോദിക്കും. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു സാധനം അത് 2050 വരുമ്പോൾ എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ഇത്രയും ഡേറ്റാസ് ഇരിക്കുമോ ചാറ്റ് ജി പി ടിക്കകത്ത്, അത്രയും നമ്മളിപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ നോളജ് ഉള്ള ഒരാളുടെ അടുത്ത് എനിക്ക് സംസാരിച്ച് പുള്ളി ഊറ്റാവുന്ന എല്ലാം ഞാൻ ഊറ്റും. അത്രയും പഠിച്ചിരിക്കുന്ന ആളെന്ന് കുറേ നമുക്ക് കിട്ടുമല്ലോ. ഈ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ കുറേ അറിയാം. അങ്ങനത്തെ ആളുടെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, എന്തേലുമൊക്കെ കിട്ടും. ആ ഒരു ത്രെഡിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ എനിക്ക് വലിയൊരു ഐഡിയ കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്ന കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് തോന്നുന്നത്. ചാറ്റ് ജി പി ടിയിലേക്ക് ഇൻപുട്ട് ഹരീഷ് ഉപയോഗിക്കാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള ടൂളാണ് സ്ക്രിപ്റ്റിംഗ്. സ്ക്രിപ്റ്റിംഗ് ലെവലിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചാറ്റ് ജി പി ടി. അതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. ഇപ്പം പറയല്ലോ, വാട്സാപ്പിൽ ഇൻ്റഗ്രേഷൻ വന്നു. അപ്പോൾ ചാറ്റ് ജി പി ടി തന്നെ പോകണമെന്നില്ല. അപ്പോൾ അത്രയും എളുപ്പമായി ഇപ്പോൾ കാര്യങ്ങൾ. ചാറ്റ് തന്നെ നമുക്ക് വേണ്ടതും നോർമലി ചാറ്റ് ജി പി ടിനോടോ അല്ലെങ്കിൽ എനോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡാറ്റ തരുന്ന പരിപാടിയുണ്ട് ഇപ്പോൾ. അത് നമ്മൾ ഇത്രയും വേണ്ട, ഇതിനെ ലൈറ്റാക്കി, ഇതിനെ ചെറുതാക്കി, ഇന്ന സാധനം വേണ്ട, ഇന്നത് വേണം എന്നൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് തന്നാൽ നമുക്ക് എന്താണ് വേണ്ടത് അതിൻ്റെ കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ വീഡിയോ ടൈറ്റിൽ, ഒരു ക്യാപ്ഷൻ, അതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു ടൈറ്റിൽ ക്യാപ്ചർ, നല്ലൊരു ക്യാപ്റ്റിവേറ്റിംഗ് ടൈറ്റിൽ വേണം. ഇപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ വീഡിയോ പ്രൊഡക്ഷൻ അറിയാമല്ലോ, ജനറേറ്റീവ് വീഡിയോ വന്നു തുടങ്ങിയ സമയമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. അതിനകത്ത് അതൊരു പോപ്സ്റ്റിക്കിൾ, ഒരു ഐസ് കാൻഡി ബ്രാൻഡാണ്. അതിനകത്ത് ഗ്രീൻ മാംഗോ ആണ് ഫ്ലേവർ. അപ്പോൾ അതിനകത്ത് എനിക്ക് സ്റ്റാർട്ടിങ് ഒരു ഷോട്ട് വേണ്ടത് ഒരു പച്ച മാങ്ങ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴണം. നോർമലി വീഴില്ല, പഴുത്ത മാങ്ങയാണ് വീഴാറ്. പച്ച മാങ്ങ വീഴണമെങ്കിൽ കല്ലെടുത്ത് എറിയണം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഷോട്ട് വേണം. അങ്ങനത്തെ ഷോട്ട് നമുക്ക് കിട്ടില്ല, ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ഗ്രാഫിക്സ് ഉപയോഗിക്കണം. ഞാനെന്തൊക്കെയും വേണ്ട ഇതിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ ഉപയോഗിച്ചിട്ട് ഗ്രീൻ മാംഗോ ട്രീ ഉണ്ടാക്കി, എന്നിട്ട് നേരെ ആ ഇമേജ് എടുത്തിട്ട് ലൂമ എന്ന് പറഞ്ഞ ഇതിനകത്ത് പോയിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഈ കാണുന്ന മാങ്ങ താഴെ വീഴണം വിത്ത് ഗ്രാവിറ്റേഷൻ, വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് ആ ഷോട്ട് കിട്ടി. അതാണ് ഉപയോഗിച്ചേക്കുന്നത്. അതാണ് ആ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഷോട്ട് അതാണ്. അതായത് അപ്പൊ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അത് ഒരിക്കലും ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് AI വെച്ച് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത്. അതിനുള്ള പ്രോംപ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത്രത്തോളം വാട്സാപ്പിന്റെ AI എന്താ ടൈപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞു തരില്ല. ഓക്കെ, അപ്പം ഒരുപാട് ഞാൻ ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവിലാണ്. ടെക്കിനെ കുറിച്ച് അധികം ഒന്നും അറിയുന്ന ആളല്ല, പക്ഷെ എനിക്ക് അറിയാനുള്ള പൊതുവെയുള്ള സംശയങ്ങളാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ അതാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്. അപ്പം സാംസങ് പ്രസൻസ് ലുലു ഡിജെക്സ് 2024 ആണത്. അപ്പം ലുലു കണക്ട്, നിങ്ങൾ ടെക് ഗാഡ്ജറ്റ് ഗുരൂസ് ആയതുകൊണ്ട് നിങ്ങൾ ലുലു കണക്റ്റുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്? ഹരീഷിന് തുടങ്ങാം. അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ ലുലു കണക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു ഗാഡ്ജറ്റ് വാങ്ങിക്കുമ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. ചുമ്മാ ഒരു സാധനം വാങ്ങിക്കുന്നതിനേക്കാളും എല്ലാ പ്രൊഡക്റ്റും ഒന്നിച്ച് കാണുക. അതാണ് ഈ പറഞ്ഞ പോലെ ജൈടെക് പോലെയും അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രേഡ് ഷോ ഒക്കെ
മെയിൻലി മീൻ ഫോർ ദാറ്റ്. എന്താ വെച്ചാൽ അവിടെ വന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു ക്യാമറ ആണെങ്കിലോ ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിലോ, അല്ല വാഷിംഗ് മെഷീൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് എല്ലാം കൂടെ കാണാൻ പറ്റും, ഫീച്ചേഴ്സ് അറിയാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്ന വലിയൊരു കാര്യമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ലുലു ഇവിടെ കാഴ്ചവെക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. എല്ലായിടത്തും പോയാൽ നമുക്ക് ഡെമോ കിട്ടണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഡെമോ എക്സ്പീരിയൻസ് സോണ് എല്ലാ മേഖലയിലും വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലുലുവിൻ്റെ. ഇത് പ്രൊമോഷനായിട്ട് പറയുന്നതല്ല. പലപ്പോഴും ആൾക്കാർ ഇന്ന് നേരെ ലുലുവിലേക്ക് വിട്ടോളൂ. ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ ചോദിക്കുകയാണ് ഏത് ഹെഡ്ഫോൺസ് ആണ് നല്ലത്. ഹെഡ്ഫോൺസ്, ടി വി, സ്പീക്കർ, ഇതൊന്നും നമുക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓരോരാളുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരാൾ കാണുന്ന സൗണ്ടിങ്, ചിലർക്ക് ബേസ് റെസ്പോൺസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാങ്ങിക്കുക എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഓക്കെ, സജസ്റ്റ് ചെയ്യാം, ഓക്കെ ഇന്ന മോഡൽ ഇതൊക്കെയാണ് ബെസ്റ്റ്, പക്ഷേ എനിക്ക് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ബെസ്റ്റ് എപ്പോഴും അവരുടെ ചോയ്സ് പോലെ ആയിരിക്കും. അപ്പം അത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ട് ഹെഡ്ഫോൺസിനും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് സോണുകളുണ്ട്. അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഗാഡ്ജറ്റ് ഗുരുവിനും പറയണ്ട. എനിക്ക് ഞാനും ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നായതുകൊണ്ട് ട്രിവാൻഡ്രം ലുലു ആണ് നമ്മുടെ മെയിൻ സ്ഥലം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇപ്പം ഒരു പ്രോഡക്റ്റ് തേടി പോയപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് വേണം. ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടണം. അത് പല ഷോപ്പുകളിലും പ്രൈവറ്റ് ഷോപ്പുകളിലും നമുക്ക് കിട്ടാറില്ല. അപ്പൊ ലുലു കണക്ട് ഞാൻ പോകുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഐ ഹാവ് സംതിങ് എൽസ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഐ ഹാവ് അനദർ വൺ. പിന്നെ ലുലു കണക്റ്റിന്റെ എനിക്ക് ഭയങ്കര ലുലു കണക്റ്റിൽ ഞാൻ പോകുന്നതിന്റെ വേറെ റീസൺ എന്ന് പറഞ്ഞാൽ ആ മോള് തുറക്കുന്നതിന് മുന്നേ, അതായത് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ, പബ്ലിക്കിന് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ലുലു കണക്റ്റും ഫാഷനും ഓൾമോസ്റ്റ് സെറ്റായിരുന്നു. ആ സമയത്ത് എനിക്ക് ആദ്യം അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലുലു കണക്റ്റിൻ്റെ അകത്ത്. അപ്പം ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സൂപ്പർ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ടെക് ഓൺടർപ്രനർ ഉമറിനും, അതുപോലെ ടെക് വ്ളോഗർ ഹരീഷിനും, ടെക് വിസാർഡ് ആസിഫിനും, ഗാഡ്ജറ്റ്സ് വൺ മലയാളം യൂട്യൂബ് ചാനലിന്റെ അമലിനും എല്ലാവർക്കും ലുലു മോൾ വലിയൊരു ഐഡിയ കൊടുത്താൽ നമുക്ക് ഈ സെലിബ്രേഷൻ ഇവിടെ കണ്ടിന്യൂ ആണ്. ലുലു ഡിജെക്സ് 2024 ടെക് സെലിബ്രേഷൻ. നമ്മുടെ ഈ ഡിസ്കഷൻ മാത്രമേ കഴിയുന്നുള്ളൂ. ടെക് സെലിബ്രേഷനും എക്സ്പോയും കണ്ടിന്യൂ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് എവരി വൺ. വിൽ സി യു നെക്സ്റ്റ് ടൈം.